Good morning. Good morning, Miss. Good morning, morning, ma'am. madam. Good morning, ma'am. Good morning. Prayer ഒക്കെ കഴിഞ്ഞു? Good morning, Miss. Good Okay, morning, you ma'am. can start your class. It's your platform. You can start the class. Okay, please. Dear God, thank you for this new day. Please guide my thought, word, and action today. Help me to be source of love and kindness. Amen. ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? Make a thought of today. The only way to do great work is to love what you do. ക്ലിയർ ആയില്ല. Certainly. The only way to do great work is to love what you do. Yes. Okay, fine. ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇനി വിശേഷങ്ങൾ 1 വീക്ക് ഒന്നുമില്ലേ? അത് ചോദിച്ചപ്പോഴേക്കും ആരാ വീഡിയോ ഓഫ് ചെയ്ത് ഓടിപ്പോയി. യെസ് പ്ലീസ്. മിസ് പറഞ്ഞില്ലേ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടാക്കേണ്ട കാര്യം ABCD പറഞ്ഞില്ലേ? സാൻഡ് പേപ്പർ വെച്ചിട്ടാണോ പറഞ്ഞത്? ഉണ്ടാക്കി വെച്ചു പറഞ്ഞില്ലേ മിസ്? അപ്പൊ ആ കാർഡ് എനിക്ക് ഞാൻ വാങ്ങിച്ചത് 100-ന്റെയാണ്. അത് കുഴപ്പമുണ്ടോ മിസ്സേ? ഇപ്പൊ കാണിക്കാൻ പറ്റുമോ? ആ ഇതാണ് മിസ്. ജോസ്ഫി, അതിന്റെ റഫ്നെസ് എങ്ങനെയുണ്ട്? മീൻസ് കമ്പാരിറ്റീവ്ലി റഫ്നെസ് എങ്ങനെയാ ഫീൽ ചെയ്യണേ? കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഒരു ഇപ്പൊ നമ്മളതിനെ ടച്ച് ചെയ്യുമ്പോഴൊന്നും വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല. പെയിൻ തോന്നുന്നുണ്ടോ? ഇല്ല, അധികം പെയിൻ ഒന്നും ഇല്ല. ഇത് മതിയില്ലേ മിസ്? മതി മതി. ജസ്റ്റ് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് എടുക്കുവാണേ. ഞാൻ 120 വാങ്ങിച്ചേ. അപ്പൊ എന്റെ കുഞ്ഞിന് 2 വയസ്സുണ്ട്. അവനെ കൊണ്ട് എഴുതിച്ചു നോക്കിയപ്പോ അവൻ കുഴപ്പമില്ല. ആണോ? ഓക്കെ. ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുന്ന കളറ് നമ്മളുടെ ഈ ഇതിനെ എൻഹാൻസ് ചെയ്യുന്ന കളറായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് ഒത്തിരി ഡാർക്ക് ആയാൽ നമ്മുടെ ഈ സാൻഡ് പേപ്പറിന്റെ ആ ഡാർക്ക്നെസ് എടുത്ത് കാണില്ല. ഇതിപ്പോ ലൈറ്റ് ഷെയ്ഡിലായതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് എടുത്ത് കാണുന്നു. യൂസ് ചെയ്യാം, വൈറ്റ് യൂസ് ചെയ്യാം. ആദ്യത്തെ ലെറ്റേഴ്സ് ഒക്കെ ഞാൻ ചെയ്തപ്പം ഭയങ്കര അത്ര എന്താ പറയാ നന്നായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ പിന്നെ കട്ട് ചെയ്ത് വന്നപ്പോ കട്ട് ചെയ്യാൻ നമ്മൾ അങ്ങ് പ്രാക്ടീസ് ആയി. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ലിസ്റ്റ് തരും. ഇപ്പൊ സാൻഡ് പേപ്പർ കുഴപ്പമില്ലല്ലോ ഐശ്വര്യ? സാൻഡ് പേപ്പർ ലെറ്റേഴ്സും നമ്പേഴ്സും നമുക്ക് വേണം. അറ്റ്ലീസ്റ്റ് ക്യാപിറ്റൽ എങ്കിലും ചെയ്യൂ. നമുക്ക് സ്മോൾ ലെറ്റർ വേണ്ടതാണ്. പക്ഷെ കർവ് ഒക്കെ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ ഒന്ന് കട്ട് ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമ്മുടെ ബാച്ചിലെ പല കുട്ടികളും മലയാളം ലെറ്റേഴ്സ് ഉണ്ടാക്കി, ഹിന്ദി ലെറ്റേഴ്സ് ഉണ്ടാക്കി. കാരണം ചിലപ്പോൾ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ മലയാളം പഠിപ്പിക്കാൻ പറയുമ്പോൾ അവർക്ക് തോന്നി ഈ മെത്തേഡ് തന്നെയാണ് നല്ലതെന്നുള്ളത്. കാരണം സ്റ്റിമുലേറ്റ് ചെയ്യാണ്, കുട്ടിയുടെ മസിൽ മെമ്മറിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ വിരൽ അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ ഇമേജ് അതിന്റെ ബ്രെയിനിൽ അങ്ങ് സ്റ്റോർ ആകും, ഇംപ്രഷൻസ് പോലെ. മാഞ്ഞു പോലും പോകില്ല. പിന്നെ അതിന്റെ റിഫ്ലക്ഷൻ ആണ് അവർ എഴുതാൻ തുടങ്ങുന്നത്. ആ ഇമേജ് മനസ്സിൽ നിന്ന് എടുത്തിട്ടാണ് എഴുതാൻ തുടങ്ങുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്നർ ഗൈഡ് പറയുന്ന അനുസരിച്ചല്ലേ. നമ്മൾ പറയില്ല, ഒരു ഉൾവിളി തോന്നിയെന്ന് അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ പോയി. അത് ചെയ്യുന്നു പറഞ്ഞു, ഞാനത് ചെയ്തു. അങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത്. ഒരു ഉൾവിളിന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അത് എല്ലാ മനുഷ്യരിലും ഉണ്ട് ഈ ഒരു ഇന്നർ ഗൈഡ്. കുട്ടികൾ ഓരോന്ന് ചെയ്യുന്നതും അവരുടെ ഇന്നർ ഗൈഡാണ് അവരെ അതിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ഇന്നർ ഗൈഡ് അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും അവരുടെ ലൈഫിൽ. അപ്പൊ അവരിപ്പോ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഇങ്ങനെ ട്രേസ് ചെയ്ത് ആ ഒരു ഇമേജ് അവരുടെ ബ്രെയിനിലുണ്ട്. അപ്പൊ അവരുടെ ഇന്നർ ഗൈഡ് ആ ഇമേജിനെ റിഫ്ലക്ഷൻസ് അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. അപ്പൊ അത് ഓർത്തിട്ട് അവര് വരയ്ക്കുക എന്നാണ് അവർ പറയണത് അല്ലേ. ആദ്യമേ തന്നെ അവര് ഞാൻ എഴുതിയെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ A വരച്ചു, ഞാൻ B വരച്ചു എന്നൊക്കെയാ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പുറത്തൊക്കെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുവാണെങ്കിൽ അത് അവരുടെ ബ്രെയിനിൽ നല്ലൊരു മെമ്മറി ആയിട്ടിരിക്കും. പ്രത്യേകിച്ചും വണ്ടികളൊക്കെ കാണുമ്പോൾ
കറക്റ്റ് വീട്ടിൽ വന്നിട്ട് ഭയങ്കര വരയാണ്. ചിലപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് അവരാ മനസ്സിൽ ഓർത്ത് വെച്ച ഇമേജിനെ അവർ പേപ്പറിലേക്ക് അങ്ങ് പകർത്തുവാണ് ശരിക്കും ചെയ്യുന്നത്. അങ്ങനെ അങ്ങനെ വരച്ച് വെച്ച് അവർ തെളിഞ്ഞു വരും. അപ്പൊ അതിനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കണം. അതിന് വേണ്ടുന്ന ഒരു എൻവിയോൺമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിലൂടെ ഈ കുട്ടികൾ വളരണം. അതേസമയം അവരെന്തെങ്കിലും പേപ്പർ എടുത്ത് വരയ്ക്കാനായിട്ട് പോകുമ്പോൾ അത് അവിടെ വെക്കുക, നീ അവിടെ മുഴുവൻ നശിപ്പിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും അവനുള്ള ആ കോൺഫിഡൻസ് അങ്ങ് ലോ ആകും. ബട്ട് അതിന്റെ അർത്ഥം ഭിത്തി മുഴുവൻ കുത്തി വരയ്ക്കാനായിട്ട് അവരെ പെർമിറ്റ് ചെയ്യണം എന്നല്ല. അവർ അങ്ങനെ ഒരു ടെൻഡൻസി കാണുമ്പോൾ അവർക്കൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുക. ഒരു വൈറ്റ് ബോർഡോ വൈറ്റ് ചാർട്ടോ കൊടുത്തിട്ട് ഇതിൽ വരയ്ക്കുക, ഇത് നമ്മുടെ വീടല്ലേ, വീട്ടിൽ ഇതാവില്ലേ, അവരവന് ഹാപ്പി ആയിട്ട് അതിൽ വരയ്ക്കും. അതങ്ങ് തീരുമ്പോഴേക്കും അടുത്ത ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ വൈറ്റ് ബോർഡ് മാറ്റാനുള്ളത് ഓപ്ഷനോ ഒക്കെ കൊടുത്താലും മതി. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യുക. അപ്പൊ നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് ആദ്യം തുടങ്ങാം, പിന്നെ സ്കൂളിലേക്ക്. നമുക്കറിയാം കുട്ടികൾ കടന്നു പോകുന്ന ഈ 3 എൻവിയോൺമെന്റ് അത് അവരെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോ പലരും പാരന്റ്സ് ആയിരിക്കും, ടീച്ചേഴ്സ് ആയിരിക്കാം, ചിലപ്പോ സിബ്ലിങ്സ്, ചെറിയ സിബ്ലിങ്സ് ഉള്ളവർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. എന്റെ മോനാണ് 3.5 വയസ്സാ. അപ്പൊ ഇതിനകത്ത് ഞാൻ ABCD ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ A വരച്ചു B വരച്ചു എന്നും പറഞ്ഞ് ഇപ്പൊ കുത്തി വരച്ച് വെച്ചേക്കുന്നതാ. കേട്ടോ, അപ്പൊ അവരുടെ മെന്റൽ ഇമേജിന്റെ റിഫ്ലക്ഷൻ അവർ കൊടുക്കുവാണ്. പിന്നെ അവർ കണ്ടിന്യൂസ് ട്രേസ് ചെയ്യുമ്പോൾ അവരുടെ ലെറ്റർ കറക്റ്റ് ആവും. ഞാൻ വരച്ചു അമ്മ, ഞാൻ ABCD ഫുൾ അറിയാം, ആൾക്ക് പറയാനറിയാം. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ വരച്ചു എന്നും പറഞ്ഞ് കാണിച്ചു വെച്ചതെന്ന് ഇപ്പൊ. അതെ അതെ, അവരുടെ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ തടസ്സപ്പെടുത്തരുത്. ഇനി ഇതുപോലെ വേർഡ് റീഡിംഗ് കാർഡ്സും നിങ്ങൾ ഉണ്ടാക്കണം. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് കോമൺ ചില വേർഡ്സ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുമല്ലോ. ഡോൾ, ബോൾ, അങ്ങനെയൊക്കെ, ക്യാറ്റ്, മാറ്റ്, അങ്ങനെ കുറച്ച് ആ ഒരു KG സെഷനിലും ആ ഒരു പ്രീ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് ഫെമിലറൈസ് ആയിട്ടുള്ള വേർഡ്സ്, വേർഡ് റീഡിംഗ് കാർഡ്സ്. ചിലരെന്നോട് ചോദിച്ചു, ഇതിന്റെ ബാക്കില് ഈ എഴുതിയിരിക്കുന്നതിന്റെ പിക്ചർ ഒട്ടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യാം. പിന്നെ അത് കൂടാതെ നമുക്ക് പിക്ചർ റീഡിംഗ് കാർഡ്സ് വേറെ ഉണ്ട് കേട്ടോ. ഞാനന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തതാ, കുറെയൊക്കെ എവിടേക്കോ പോയി. കുറച്ചുകൂടെ വലുതാക്കാട്ടോ, അത് ചെറുതായി പോയി. പിന്നെ കളർ ഐഡന്റിഫൈ ചെയ്യാൻ ഇങ്ങനെ കളേഴ്സ്, എന്തെങ്കിലും ഷേപ്പ് വരച്ചിട്ട് കളർ ഫില്ല് ചെയ്യാം. ഞാനിപ്പോ വരച്ചിട്ട് കളർ ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് കളർ പേപ്പർ വാങ്ങിച്ച് ഡിഫറെന്റ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ചെയ്യാം. ചില കുട്ടികൾ ചെയ്തതെന്നു വെച്ചാൽ ജോമെട്രിക്കൽ ഷേപ്സ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കും. ട്രയാങ്കിൾ, സർക്കിൾ, റെക്ടാങ്കിൾ, സ്ക്വയർ, അങ്ങനെയൊക്കെയുള്ള കുറെ ഷേപ്സ് ഉണ്ടല്ലോ. അപ്പൊ ആ ഷേപ്സും വന്നു, കളറും വരുന്ന രീതിയിൽ കളർ പേപ്പർ കട്ട് ചെയ്തു, അല്ലെങ്കിൽ വരച്ചിട്ട് ആ കളർ കൊടുത്തു. ഞാനിപ്പോ ചുമ്മാ ഒരു ഡിസൈൻ വരച്ചിട്ട് അതിൽ ആ കളർ കൊടുക്കുമായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഓർത്ത് വെച്ചോ. പിക്ചർ റീഡിംഗ് കാർഡ്, വേർഡ് റീഡിംഗ് കാർഡ്, കളർ കാർഡ്, വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കാർഡ്സ് ചെയ്യാം. ഇപ്പോ നിങ്ങൾക്ക് സമയം അനുസരിച്ച് ചെയ്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് എല്ലാം ഒരു മിനിമം ഒരു 4ഓ 5ഓ ചെയ്യാനായിട്ട് നോക്കുക. ആൽഫബറ്റും നമ്പേഴ്സും മുഴുവൻ ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പൊ എന്തൊക്കെ കാർഡ് നമ്മൾ പറഞ്ഞ ആൽഫബറ്റ്, നമ്പേഴ്സ്, സാൻഡ് പേപ്പർ യൂസ് ചെയ്തുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ വേർഡ് റീഡിംഗ് കാർഡ്, ഇതുപോലെ വേർഡ് റീഡിംഗ് കാർഡ്, പിന്നെ പിക്ചർ റീഡിംഗ് കാർഡ്, പിന്നെ കളർ കാർഡ്, അല്ലെ? ഇത്രയും കാര്യങ്ങളല്ലേ ഉള്ളൂ. യെസ്, ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഞാനിവിടെ ഈ പിക്ചർ റീഡിംഗ് കാർഡ് ചെയ്തത് പിക്ചർ ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തു ഒട്ടിച്ചു. നമുക്ക് എന്തായാലും ചാർട്ട് പേപ്പറുകൾ വേണ്ടി വരും. അപ്പൊ ചെറിയ ചെറിയ പീസസ് ഒക്കെ എന്തായാലും ലെഫ്റ്റ് ഓവർ ആയിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ ചാർട്ട് പേപ്പർ, ഒരു എന്തെങ്കിലും വീട്ടിലൊക്കെ വാങ്ങുന്ന സാധനങ്ങളുടെ ഒരു കാർഡ്ബോർഡ് പോലത്തെ പീസ് ഉണ്ടാകും. ഇച്ചിരി ഒന്നത് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ചാർട്ട് പേപ്പർ മാത്രമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ എഡ്ജസ് ഒക്കെ ഇതുപോലെയൊക്കെ മടങ്ങും. ഇപ്പൊ ഞാൻ ബാക്കിൽ കാർഡ്ബോർഡ് ഒന്നും ഒട്ടിച്ചിട്ടില്ല.
എഡ്ജസ് ഒക്കെ മടങ്ങും, അതുമല്ല കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അവർ ചിലപ്പോൾ അത് കീറിപ്പോവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് സെക്യൂർ ആക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിന്റെ മുകളിൽ ഒട്ടിച്ചിട്ട് ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് നമ്മുടെ പിക്ചർ അതിനകത്ത്, പിന്നെ വരയ്ക്കാൻ അറിയുന്നവരെ, വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് വരയ്ക്കാട്ടോ, അല്ലാത്തവർ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യോ ട്രേസ് ചെയ്യോ എന്തെങ്കിലും ചെയ്താൽ മതി. ഇതെല്ലാം ഇങ്ങനെ ഈ ഓരോന്നൊക്കെ വാങ്ങിച്ചതിന്റെ ബോക്സിന്റെ ഒക്കെ അതൊക്കെയായിരുന്നു അതിന്റെ മുകളിൽ ഒട്ടിച്ചു. അപ്പൊ അതങ്ങ് സേഫ് ആയിട്ടിരിക്കും. ചാർട്ട് പേപ്പർ മാത്രമായിട്ട് ഇരിക്കുവാണെങ്കിൽ അതിങ്ങനെ കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് സൂക്ഷിക്കണമല്ലോ, കുട്ടികളുടെ കയ്യിലൂടെ പോകുന്നതല്ലേ, അവര് ഭയങ്കര ഫോഴ്സ് ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കും അവര് പിടിക്കുന്നത്. മാം നമ്പേഴ്സ് എത്ര വരെ ഒട്ടിക്കണം സാൻഡ് പേപ്പറിൽ? നമ്പേഴ്സ് 1 to 10 അല്ലെങ്കിൽ 0 to 9 ഓക്കെ. നമുക്ക് വരെ 10 വരെയെങ്കിലും അത് വെച്ചിട്ട് ട്രേസ് ചെയ്യിക്കാൻ പറ്റണം. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ 2 ഡിജിറ്റ്സ് അല്ലേ, ഓൾറെഡി 1ഉം 0 തുടങ്ങി 9 വരെയും ട്രേസ് ചെയ്യുമ്പോൾ തന്നെ നമ്പേഴ്സിലെ എല്ലാ ഡിജിറ്റ്സും വന്നു കഴിഞ്ഞില്ലേ. 2 ഡിജിറ്റ് ആയാലും 3 ഡിജിറ്റ് ആയാലും ഇതിന്റെ കോമ്പിനേഷൻസ് അല്ലേ വരുന്നത്. ക്ലിയർ ആയില്ലേ? ഇതൊക്കെ പതുക്കെ പതുക്കെ ചെയ്തു വെച്ചോളൂ. പിന്നെ വീട്ടിലെല്ലാവരുമായിട്ടിരുന്ന് ചെയ്യൂ. അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇത് കട്ട് ചെയ്യാനും ഒട്ടിക്കാനും ഒക്കെ. അപ്പൊ അവരുടെ ആ ഒരു ഗാഡ്ജറ്റിലേക്കൊക്കെ ഒത്തിരി മൊബൈലിലൊക്കെ കളിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അവർ അതൊന്നും മൈൻഡ് ചെയ്യില്ല. അതൊന്നെല്ലാം പലരുടെയും കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ആണ് കേട്ടോ. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ ചോദിക്കും, അമ്മ ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പൊ മാർച്ച് ആകുമ്പോഴേക്കും എക്സാംസ് എല്ലാം തീരുവാണല്ലോ കുട്ടികളുടെ. പിന്നെ വെക്കേഷൻ അല്ലേ, ഇപ്പൊ വെക്കേഷനിലൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്നൊക്കെ ചെയ്യും. വീട്ടിലെ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് മാറട്ടെ. ഓക്കെ, ഇത്രയും ആക്ടിവിറ്റീസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പില് ഒന്ന് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ കൊടുക്കുക. കാരണം ക്ലാസ്സിൽ കയറാത്തവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെയാ പറഞ്ഞത്? യെസ്, ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെയായിരുന്നു? ഇനി ക്ലൈമറ്റ് വെൽനെസ്സും ഞാൻ നിങ്ങൾ വായിച്ച വെൽനസ് അല്ലേ? ക്ലൈമറ്റും പറഞ്ഞു, ക്ലൈമറ്റും ഇന്റലക്ച്വൽ വെൽനസ് പറഞ്ഞു തോന്നുന്നു. ക്ലൈമറ്റ് പറയാനുണ്ട്, എക്കണോമിക്കൽ വെൽനസ് പറയാനുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇതുവരെയും പറഞ്ഞതൊന്ന് ആർക്കെങ്കിലും ഒന്ന് ബ്രീഫ് ചെയ്യാമോ വെൽനസിന്റെ ആ കൺസെപ്റ്റുകൾ? ഈ ആക്ടിവിറ്റീസ് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒത്തിരി സ്പെൻഡ് ചെയ്യണ്ട കേട്ടോ. ഒത്തിരി സ്പെൻഡ് ചെയ്യാതെ നമുക്ക് അവൈലബിൾ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അത്യാവശ്യം വാങ്ങേണ്ടത് മാത്രം നിങ്ങൾ വാങ്ങും. മാം, അതുപോലെ ഈ വേർഡ് റീഡിംഗ് കാർഡ് ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ, അത് അവർ ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണോ അതോ ഇപ്പോ 2 ലെറ്റർ വേർഡ്സ്, CVC വേർഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിന്റെ വേർഡ് റീഡിംഗ് കാർഡാണോ? ഇനീഷ്യലി 2 ലെറ്റർ വേർഡ് 3 ലെറ്റർ വേർഡ് ആ ഒരു രീതിയിൽ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ EVS പോലുള്ള സബ്ജക്ട് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് കുറെ ഏരിയാസ് ഉണ്ടാവും പഠിപ്പിക്കാൻ അല്ലെ, പ്ലസ് അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ കുറെ, പിന്നെ ഫാദർ മദർ അങ്ങനെ ഫാമിലി പഠിപ്പിക്കുമ്പോൾ സിസ്റ്റർ അങ്ങനെയൊക്കെ വരുമല്ലോ, ടീച്ചർ അങ്ങനെ, പിന്നെ ക്ലാസ് റൂമിൽ എക്യുപ്മെന്റ്സ് അങ്ങനെയൊക്കെ വരുമ്പോ അങ്ങനെ നമ്മളൊന്ന് സെലക്ട് ചെയ്താൽ മതി. അത് നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെക്കുക. കുട്ടികളുടെ പോർഷൻസിനനുസരിച്ച് നമ്മൾ തന്നെ പിന്നെ അത് ചെയ്തോളൂ. ഏതാവശ്യം വരും എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ നമ്മളത് പിന്നെ കൂടുതൽ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ മാം, ഇപ്പോ ഐ മീൻ എന്റെ മോനിപ്പോ LKG ആണ്. സോ അവർക്ക് പഠിക്കാനുള്ളത് EVSൽ ഈ സെൻസ് ഓർഗാൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് പഠിക്കാനുള്ളത്. അതേപോലെ ക്ലൈമറ്റ്, സീസൺസിന്റെ പേര് അങ്ങനെയൊക്കെ. സോ ആ വേർഡ് ആണ്, ആ പെർട്ടിക്കുലർ വേർഡ് ആണ് നമ്മൾ ചാർട്ട് പേപ്പർ ആയിട്ട് ഉണ്ടാക്കേണ്ടത്. അതെ, ഉണ്ടാക്കുക. പിന്നെ പിക്ചർ റീഡിങ്ങിലും പിക്ചറും അവർക്ക് ഐഡന്റിഫൈ ചെയ്യണം. കാരണം ഇവർക്ക് എക്സാം നടത്തുന്നത് പിക്ചർ നോക്കിയിട്ട് ഫില്ല് ചെയ്യുക അങ്ങനെയൊക്കെ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് വരുന്നേ ഇവർക്ക്. അതെ, ചിലപ്പം ഒരു ലെറ്റർ മാത്രം മിസ്സിംഗ് ആയിട്ട് ഇങ്ങനെ ബാറ്റ് ടി ഇട്ടിട്ട് മിസ്സിംഗ് ലെറ്റർ കൊടുക്കും, സ്പേസ് കൊടുക്കും, ടി ഇട്ടിട്ട് പിക്ചർ ക്ലൂ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും അല്ലെ. ഫസ്റ്റ് ലെറ്റർ എഴുതാൻ അങ്ങനെയുള്ള ആക്ടിവിറ്റി ഒക്കെ വരുന്നത്. ഐ മീൻ ഇപ്പോൾ A വെച്ചിട്ട് ഒരു വേർഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ടാവും. ദേ ഹാവ് ടു റൈറ്റ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദാറ്റ് വേർഡ്. അങ്ങനെ ആക്ടിവിറ്റി ആണ്. പിന്നെ കൂടുതൽ ഇപ്പൊ ഈ സൗണ്ട് റിലേറ്റഡ് ആയിട്ടാണ് ക്ലാസ്സസ് പോകുന്നത്.
ഞാനിത് പറഞ്ഞപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെ ഡീറ്റെയിൽസ് പറയാതിരുന്നത്. നമുക്ക് റെക്കോർഡ് എഴുതാനുണ്ട്. റെക്കോർഡിനെ പറ്റി ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നോ മാം, എഴുതണം എന്നാണ്, അതിൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞില്ലേ KG സെഷനിലെ കുട്ടികളുടെ ഓരോ ആക്ടിവിറ്റീസിനെ കുറിച്ച്, സൗണ്ട്സും അങ്ങനെ പല കാര്യങ്ങളും. നമുക്ക് റെക്കോർഡില് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന തീം വരുന്ന പലതും ഉണ്ടാകും. അതായത് ഇപ്പൊ നമുക്കറിയാം കുട്ടികളെ, പ്രത്യേകിച്ച് നമ്മൾ ചെറുതായിരുന്നപ്പോഴും നമുക്കറിയാം ഇങ്ങനെ ബോർഡിൽ എഴുതിച്ച് നമ്മളെ കൊണ്ട് കുറെ പ്രാവശ്യം ഇമ്പോസിഷൻ തന്ന് ഒക്കെ എഴുതിച്ചാലും നമുക്കങ്ങോട്ട് അത് ആ ഒരു സുഖകരമായ ഒരു പഠിത്തമായിരുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികളോടും എത്ര ഇമ്പോസിഷൻ എഴുതാൻ പറയുമ്പോൾ ഇവരെന്താ ചെയ്യണത്? താഴെ 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 ഒരു ലെറ്റർ എഴുതും, അടുത്ത ലെറ്റർ വീണ്ടും താഴെ താഴെ എഴുതും. അങ്ങനെ എഴുതി പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിന് പകരം നമ്മൾ അവരെ ത്രൂ പോയിന്റ്സ്, അതുപോലെ തന്നെ ആക്ഷൻസും സ്റ്റോറീസിലൂടെ ഇവരിലേക്ക് പല കാര്യങ്ങളും നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ആൽഫബറ്റ്സിനെ കുറിച്ച് പഠിപ്പിക്കണം. നമ്മളതൊരു സോങ്, ഒരു ആക്ഷൻ സോങ്ങിലൂടെ ചെയ്യിക്കുമ്പോൾ പെട്ടെന്ന് ആൽഫബറ്റ്സ് അവർക്ക് കിട്ടും. നമ്മളും പഠിച്ചിട്ടുണ്ട് അതുപോലുള്ള ആൽഫബറ്റ് സോങ്സ് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സെൻസ് ഓർഗൻസിന്റെ കാര്യം പറഞ്ഞു. സെൻസ് ഓർഗൻസ് വെച്ചിട്ട് നമ്മളൊരു റൈം സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും, കുട്ടികളിലേക്ക് പെട്ടെന്ന് അവരത് ഓർക്കും. പിന്നെ ഹെൽത്തി ഹാബിറ്റ്സ്, ഉപദേശം എന്ന് പറയുന്ന പരിപാടി നമ്മൾ ഒരിക്കലും ഏത് പ്രായത്തിലുള്ള കുട്ടികളിലും ഏത് പ്രായത്തിലുള്ള ആളുകളിലും ചെയ്യരുത്. ഉപദേശം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉപദേശം. അപ്പോ നമ്മൾ എന്താ ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ പഠിപ്പിക്കാൻ, കുട്ടികൾക്ക് പലപ്പോഴും നെയിൽ ബൈറ്റിംഗ് ഉണ്ടാകാം, അവർ ചിലപ്പോൾ നല്ല നീറ്റായിട്ട് ബ്രഷ് ചെയ്യണം എന്നില്ല, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ ഇതൊരു റൈമിലൂടെ അവരിലേക്ക് കൊടുക്കുമ്പോൾ, ത്രൂ ആക്ഷൻസ് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, അവരത് ഫോളോ ചെയ്യും. എന്താണോ അവരിലേക്ക് നമുക്ക് കൊടുക്കേണ്ടത് അത് നമ്മൾ ത്രൂ അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസിലൂടെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുട്ടികളുടെ ഉള്ളിലേക്ക് കയറും. അപ്പൊ അങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങൾ റെക്കോർഡ് ബുക്കിലുണ്ട്. ഞാൻ പിന്നെ ക്ലാസ് തുടങ്ങി ഒരു 1-2 months ഒക്കെ ആകുമ്പോഴാണ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാറ്. നിങ്ങളിപ്പോ എത്ര നാളായി ക്ലാസ് തുടങ്ങിയിട്ട്? 1 month കഴിഞ്ഞോ? യെസ് മാം. സോ വി വിൽ ഡു വൺ തിങ്. നമുക്ക് ഫസ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരാം. പിന്നെ റെക്കോർഡ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവൈലബിൾ ആണ്. കമ്പൽസറി അല്ല ഇവിടെ നിന്ന് തന്നെ വാങ്ങണം എന്നുള്ളത്. പക്ഷെ ഇവിടെയുള്ള റെക്കോർഡിന് കുറച്ച് പെക്യൂലിയാരിറ്റി ഉണ്ട്, പ്രത്യേകത ഉണ്ട്. ഒന്നുമല്ല, നമ്മുടെ സ്മാർട്ട് ശ്രീയുടെ ഒരു എംബ്ലോ ഉണ്ടല്ലോ, അതുണ്ടായിരിക്കും ഫ്രണ്ട് പേജ് ആയിട്ട്. നമ്മുടെ ആ ഒരു യുണീക് സ്റ്റൈലിലുള്ള ഒരു റെക്കോർഡ്. പിന്നെ ഓരോ റെക്കോർഡിലും എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് പ്രിന്റഡ് ഉണ്ടാവും. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് PDF പ്രൊവൈഡ് ചെയ്ത് തരും. ഞാൻ ആ PDF ഇപ്പൊ ഷെയർ ചെയ്യാം. അത് നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരും. പിന്നെ നമുക്ക് 5 റെക്കോർഡാണ് എഴുതേണ്ടത്. 5 റെക്കോർഡിലെ ഏറ്റവും ലാസ്റ്റത്തെ 5ാമത്തെ റെക്കോർഡ് അപ്പാരറ്റസ് റെക്കോർഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് മോണ്ടിസോറി അപ്പാരറ്റസ് റെക്കോർഡ്. അതായത് നമ്മുടെ ഡോക്ടർ മറിയ മോണ്ടിസോറി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ കുറിച്ചുള്ള റെക്കോർഡ്. ഓക്കെ, അപ്പൊ ഈ റെക്കോർഡ് മാത്രമാണ് നിങ്ങൾ കോപ്പി ചെയ്യേണ്ടത്. അതായത് മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിന്റെ പ്രിൻസിപ്പിൾ, ഫീച്ചേഴ്സ്, അത് ചെയ്യുമ്പോൾ കുട്ടികളിൽ എന്തൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് നമുക്ക് വായിച്ചാൽ നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ വളരെ ബ്രീഫായിട്ട് കൊടുത്തിട്ടുള്ള ഒരു റെക്കോർഡാണ്. അപ്പൊ ഞാൻ അത് ചെയ്തിരുന്നത്, ഞാൻ എഴുതിയ റെക്കോർഡിന്റെ സ്കാൻഡ് കോപ്പി കുട്ടികൾക്ക് ഷെയർ ചെയ്യായിരുന്നു. എനിക്കത് ഞാൻ എഴുതിയത് കാര്യം റീഡബിൾ ഒക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങള് ക്ലാസ്സില് മിസ് പറയുമ്പോൾ കേട്ട് എഴുതുമായിരുന്നു. കുറെ മിസ്റ്റേക്ക് അതിനകത്ത് വന്നു, ഗ്രാമർ ആയിട്ടും സ്പെല്ലിംഗ് ആയിട്ടും കുറെ മിസ്റ്റേക്ക് വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാനത് നമ്മുടെ ഒരു ബാച്ചിലൊരു ഒരു കുട്ടിയെ കൊണ്ട് നല്ലപോലെ എഴുതിച്ചിട്ട് ആ കോപ്പി സ്കാൻഡ് കോപ്പിയാണ് ഷെയർ ചെയ്തത്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇരുന്നിട്ട് ചെക്ക് ചെയ്ത് ഗ്രാമർ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എല്ലാം കറക്റ്റ് ചെയ്ത് അപ്ഡേറ്റും ചെയ്തു. പുതിയതായിട്ട് വന്നതിനെ കുറിച്ചൊക്കെ ആഡ് ചെയ്ത് അത് ഒരു QR കോഡിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്താൽ കിട്ടുന്ന രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ റെക്കോർഡിൽ ആ ഒരു QR കോഡ്സ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് വരും. 5ാമത്തെ റെക്കോർഡിന്റെ മാത്രം കേട്ടോ, ബാക്കി 4 എണ്ണം അല്ല. കാരണം നിങ്ങൾ നേരത്തെ ഒരു മാനുവലി എഴുതിയ ഒരു റെക്കോർഡ് നോക്കി കോപ്പി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ നമ്മളത് കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സ്കാൻഡ് കോപ്പി ഇത് കിട്ടും. അപ്പൊ അത് നോക്കിയിട്ട് കോപ്പി ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ 5 റെക്കോർഡും പിന്നെ കുറെ QR കോഡ് സ്കാൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഈ മോണ്ടിസോറി മെറ്റീരിയൽസ് വെച്ച് ചെയ്യുന്നതിന്റെ വീഡിയോകളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എടുത്ത വീഡിയോകൾ, എടുത്ത വീഡിയോകൾ കേട്ടോ. കുറെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. പക്ഷെ അത് അപ്ഡേറ്റഡ് ആകുമ്പോൾ ഓരോ പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോൾ പുതിയത് ആഡ് ചെയ്തത് അതിനകത്ത് വരും. പിന്നെ മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ പിക്ചേഴ്സ് അതും ആ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പം
ഇതില് ആ റെക്കോർഡിന്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാനിപ്പോ ചാറ്റ് ബോക്സിൽ ഇട്ട് തരാം. ഓഫീസിലെ ഒരു കുട്ടിയെ കോൺടാക്ട് ചെയ്താൽ മതി, ഒരു മാമിനെ കോൺടാക്ട് ചെയ്താൽ മതി. റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഏത് ബാച്ചാന്ന് പറയണം. അപ്പൊ ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഡീറ്റെയിൽസ് മീൻസ് അതിന്റെ ബാക്കി പേയ്മെന്റ് കാര്യങ്ങൾ. യെസ് പറഞ്ഞു. ഉടനെ വാങ്ങണമെന്നില്ല, ഞാൻ അതാ പറഞ്ഞേ. നമുക്കൊരു വെക്കേഷൻ ഒക്കെ ആകുമ്പോഴേക്ക് എഴുതിയാലും മതി. ഞാനിപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് റെക്കോർഡിന്റെ മാത്രം ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. വേറൊന്നും ഞാനിപ്പോ പറയില്ല. ആ ഫസ്റ്റ് റെക്കോർഡ് നിങ്ങൾ കംപ്ലീറ്റ് ആയി എന്ന് അറിയുമ്പോഴേ അടുത്തത് പറഞ്ഞു തരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പെൻഡിങ്ങിൽ വെക്കും എല്ലാവരും. അപ്പൊ ഫസ്റ്റ് റെക്കോർഡ് വെക്കേഷനിൽ വീട്ടിലെല്ലാവരുമായിട്ടിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെക്കോർഡാണ്. എല്ലാ റെക്കോർഡും അങ്ങനെ തന്നെ, രണ്ടെണ്ണേ ഉള്ളൂ കുറച്ചൊരു ക്രിയേറ്റിവിറ്റി വരുന്നത്. നമ്പർ ഇപ്പൊ ചാറ്റ് ബോക്സിൽ പോരും കേട്ടോ. ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. റെക്കോർഡിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറഞ്ഞത്. ഈ പുറത്തുനിന്ന് വാങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പുറത്തുനിന്ന് വാങ്ങാം. ഇത് കമ്പൽസറി അല്ല കേട്ടോ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ വാങ്ങണം എന്നുള്ളത്. പക്ഷെ വാങ്ങുമ്പോൾ അതിന് കുറച്ച് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഷീറ്റ് ഒക്കെ കാണും. പുറത്തുനിന്ന് നമ്മൾ റെക്കോർഡ് വാങ്ങുമ്പോൾ എന്താന്ന് വെച്ചാൽ ഈ റെക്കോർഡ് ബുക്ക് ഇരിക്കാത്തവർക്ക് കോൺടാക്ട് ചെയ്യും. റെക്കോർഡ് ബുക്ക് മനസ്സിലായില്ല മെസ്സേജ്. റെക്കോർഡ് ബുക്ക് വേണ്ടവര് കോൺടാക്ട് ചെയ്യേണ്ടത് ഓഫീസിലെ ആ നമ്പർ. റെക്കോർഡ് ബുക്കിന് വേണ്ടി റെക്കോർഡ് ബുക്ക് മേടിക്കാത്തവർക്ക് കോൺടാക്ട് ചെയ്യാനല്ലേ എന്നാണ് അവൻ ചോദിച്ചത്. റെക്കോർഡ് ബുക്ക് മേടിക്കാത്തവർക്ക് തോന്നുന്നു, എനിക്ക് അങ്ങനെ ആയിരിക്കാണ്. മേടിക്കാത്തവർക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റെക്കോർഡ് ബുക്ക് വേണ്ടവര് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ആണ് അത്. ഓക്കെ, എനിക്ക് QR സ്കാൻ ചെയ്തപ്പോൾ ഓപ്പൺ ആയി. വാങ്ങിച്ചു ഓൾറെഡി. അത് ആ QR കോഡ് അതെല്ലാം കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു, അത് കറക്റ്റ് ചെയ്യിക്കാം. അത് ഞാൻ നാളെ ഓഫീസിൽ പോകുമ്പോൾ ഞാനത് പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വെൽനസിന്റെ 2 കാര്യങ്ങളെ പറയാനുള്ളൂ. അതൊന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ബുക്കിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതങ്ങ് ചെയ്ത് കഴിയുമ്പോൾ ആ യൂണിറ്റ് കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തരാം. സോ ഇതുവരെയും പറഞ്ഞ വെൽനസ് ആർക്കെങ്കിലും ഒന്ന് ബ്രീഫ് ചെയ്യാമോ? ഫിനാൻഷ്യൽ വെൽനസ്, കൾച്ചറൽ വെൽനസ്, ക്ലൈമറ്റ് വെൽനസ്, ഈ 3 ഇനി പറയേണ്ടത് അല്ലെ? ആരെങ്കിലും ലീഡ് ചെയ്യാൻ റെഡിയാണോ? ഇതെനിക്ക് വേറെ ആരോ അവര് പറഞ്ഞോട്ടെ. വേറെ ആരുടെ കൂടെ ശബ്ദം കേട്ടു എന്നാണ് അലീസ പറഞ്ഞത്. എനിക്കും അങ്ങനെ എന്തോ തോന്നി. ആരായിരുന്നു? ആരുമില്ലേ? ഫിനാൻഷ്യൽ വെൽനസ്, കൾച്ചറൽ വെൽനസ്, ക്ലൈമറ്റ് വെൽനസ്, ഈ 3 ഏരിയയും കൂടെ നമുക്ക് ഇനി കവർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ ദിവസം അനു പറഞ്ഞല്ലേ? ശരി. ഓക്കെ. അനു പറഞ്ഞു. ഓക്കെ, ഓക്കെ അലീസ. ഇനി കൾച്ചറൽ വെൽനസ്സും ക്ലൈമറ്റ് വെൽനസ്സും ഉള്ളൂ. ആരുമില്ല? ഞാൻ പറയട്ടെ? യെസ് പ്ലീസ്. സേതുലക്ഷ്മി ഓൺ ചെയ്തല്ലോ. സേതുലക്ഷ്മി എന്തെങ്കിലും പറയണ്ടോ? ഞാനൊരു ഡൗട്ട് ചോദിക്കാനായിരുന്നു മിസ്സേ. വെൽനസ് ഫിസിക്കൽ വെൽനസും ഇമോഷണൽ വെൽനസും സോഷ്യൽ വെൽനസും അല്ലേ ഇപ്പൊ പറയാനായിട്ട് മിസ് പറഞ്ഞത്? അല്ല, ഞാനൊന്ന് ബ്രീഫ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ആരെങ്കിലും നേരത്തെ കഴിഞ്ഞത് ആരും അതൊന്നും പറയാത്ത കാരണം ഞാൻ ഇനി ബാലൻസ് ആയിട്ടുള്ളതങ്ങ് പറയാമെന്ന് വിചാരിച്ചു. ബ്രീഫ് ചെയ്യുന്നുണ്ടോ സേതുലക്ഷ്മി? ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ വെൽനസിനെ കുറിച്ചൊന്ന് ബ്രീഫ് ചെയ്താൽ മതി. ആരുമില്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്യാനായി ഈ 2 കഴിഞ്ഞിട്ട് വായിക്കാനല്ല, എനിക്കത് ബ്രീഫ് ചെയ്ത് പറയാനാ. വായിക്കണ്ട, നോ നീഡ് ടു റീഡ്. അത് ജസ്റ്റ് ചുരുക്കി പറയാ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ചുരുക്കി പറയാ. ഞാൻ പറയട്ടെ മിസ്സേ?
പറയൂ. ഗുഡ് മോർണിംഗ് മാം. വെൽനെസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് പ്രോസസ്സിനെയാണ് വെൽനെസ് എന്ന് പറയുന്നത്. ഞാൻ നമ്മുടെ ലൈഫിൽ ഉള്ളൊരു കാര്യമാണ് ക്ഷേമം, സുഖം, സന്തോഷം. പിന്നെ നമുക്ക് സന്തോഷം കൂടുതൽ കിട്ടുന്ന വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിലൂടെയാണ് നമ്മുടെ ഓരോ മൂഡ്സ് വരുന്നത്. എനിക്ക് ഞാൻ ഈ രണ്ട് മൂടി കിടക്കുന്ന ക്ലൈമറ്റ് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കുന്ന ദിവസം. എനിക്ക് ഇച്ചിരി വെളിച്ചമൊക്കെ ഉള്ളതും വെയിലൊക്കെ ഉള്ളത് തന്നെ ഇഷ്ടം. അതിലുള്ളതാണ് ഫിസിക്കൽ വെൽനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റ്, നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ്, പിന്നെ എക്സസൈസ്, അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഫിസിക്കൽ. നമ്മൾ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഫിസിക്കൽ വെൽനെസ് എന്ന് പറയുന്നത്. അത് ഇമോഷണൽ വെൽനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലുള്ള അപ്പ് ആൻഡ് ഡൗൺസ്, സ്റ്റേബിൾ ഓഫ് മൂഡ് എന്ന് വേണം പറയാൻ. അതില് എപ്പോഴും സന്തോഷം ആവണമെന്നില്ല, പല മൂഡുണ്ട്. അതിനെയാണ് ഇമോഷണൽ വെൽനെസ് എന്ന് പറയുന്നത്. സോഷ്യൽ വെൽനെസ് എന്ന് പറഞ്ഞാല് നമ്മുടെ പലതരം, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ളവർ തന്നെ സോഷ്യൽ വെൽനെസ്സിന് ഉദാഹരണമാണ്. പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. എല്ലാരും കൂടി ഒത്തുചേർന്ന് വരുന്നതിനെയാണ് സോഷ്യൽ വെൽനെസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് സലാഡൊക്കെ പോലെ പലതരത്തിലുള്ള ആൾക്കാർ ഒത്തുചേർന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നതിനെയാണ് സോഷ്യൽ വെൽനെസ് എന്ന് പറയുന്നത്. ഇതെനിക്ക് മനസ്സിലായത് ഞാൻ എഴുതിച്ച നോട്ടാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരി പറയാം. സേതുലക്ഷ്മി അത് നല്ല പോലെ തന്നെ അത് കണക്ട് ചെയ്തു അല്ലെ. ശരിക്കും അത് നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത പല കാര്യങ്ങളും വെച്ചിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇരുണ്ട് മൂടിയ ഒരു ഇത് കുറെ നാള് കൂടിയിട്ട് അങ്ങനെയൊന്ന് കാണുമ്പോ ഒന്ന് ഒരു രസമുണ്ട്, മൂടി പോസ്റ്റ് കിടക്കാൻ തോന്നുന്നു. പക്ഷെ അത് കുറെ സമയം നിൽക്കുമ്പോ ശരിയാ നമ്മളൊന്ന് അസ്വസ്ഥരാകും, നമുക്കൊരു മൂഡ് ഓഫ് പോലെ ഫീൽ ചെയ്യും. ഓക്കെ ഫൈൻ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ അതിനെപ്പറ്റി? ഇല്ലെങ്കിൽ കൾച്ചറൽ വെൽനെസ് ആൻഡ് ക്ലൈമറ്റ് വെൽനെസ് നമുക്ക് എടുക്കാം. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഐശ്വര്യക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അച്ചു കിച്ചു ഐശ്വര്യ, അച്ചു ചിക്കു ആഡ് ചെയ്യാനുണ്ടോ? ഐശ്വര്യ എന്തോ പറയാനൊക്കെ ആയിട്ട് വന്നു, പറഞ്ഞു റീഡ് ചെയ്യണ്ട. ഇല്ല മാം, ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു മാമിനോട് ഇമോഷണൽ വെൽനെസ്സിനെ കുറിച്ച്. ഓക്കെ 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 ഐശ്വര്യ. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ശരി ശരി. അലീസ, അലീസയല്ലേ കൾച്ചറൽ വെൽനെസ്സും ക്ലൈമറ്റ് വെൽനെസ്സും രണ്ടും പറയുന്നുണ്ടോ? അതോ വേറെ ആരെങ്കിലും ഉണ്ടോ? ക്ലൈമറ്റ് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ, ഇല്ലെങ്കിൽ പറഞ്ഞോളാം. ഓക്കെ, താങ്ക് യു മാഡം. ക്ലൈമറ്റ് ഞാൻ പറയാം മാം. ഓക്കെ ഓക്കെ. കൾച്ചറൽ വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസ്കാരം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൾച്ചറൽ വെൽനെസ് എന്നത് സാംസ്കാരിക ആരോഗ്യം. നമുക്ക് സ്വന്തമായിട്ട് ഒരു സംസ്കാരമുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്. അത് നമ്മൾ കൂടുതൽ പാലിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. പൊതുവെ എല്ലാവരും പാലിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പാരമ്പര്യങ്ങളെയും നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും അവരുടെ മനോഭാവങ്ങളും എല്ലാം ഉൾക്കൊണ്ട് അവരെയും അംഗീകരിച്ച് അവരെയും ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മാനസികാവസ്ഥനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയാണ് കൾച്ചറൽ വെൽനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു മൈൻഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു മനോഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഇത് പരസ്പര ബഹുമാനത്തിനും പരസ്പര സഹിഷ്ണുതയ്ക്കും സാമൂഹിക ഐക്യം ഉണ്ടാകാനും ഒക്കെ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇത്രയും വിഷയം പറഞ്ഞാൽ മതി അതിനകത്ത്. ഇപ്പം തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പല റിലീജിയസ് വിശ്വാസങ്ങളുള്ളവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പല പാരമ്പര്യങ്ങൾ നമ്മൾ പാലിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. പല രീതിയിൽ, പല ഭാഷകൾ, പല സ്ലാങ്ങിലാണ് നമ്മളെല്ലാവരും വർത്തമാനം പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു സെമിനാർ അല്ലെങ്കിൽ ഈ ഒരു സെമിനാർ പോട്ടെ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വാക്ക് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് വളരെയധികം മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഓരോരുത്തരുടെ ഒരു വ്യക്തി എന്താണോ അവർ എന്താണോ ഫോളോ ചെയ്യുന്നത് അതിനെ ബഹുമാനി
കാണിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സംസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കുക, നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മൾ പാലിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നതാണ് കൾച്ചറൽ വെൽനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇതിന്റെ കൂടെ എന്തെങ്കിലും റിലേറ്റ് ചെയ്യാനുണ്ടോ? എന്തെങ്കിലും കണക്ട് ചെയ്ത് പറയാനുണ്ടോ? ആഡ് ചെയ്യാനുണ്ടോ? പ്ലീസ്. അലീസ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പല റിലീജിയസ് ബിലീഫ് ഉള്ളവരാണ്, പല ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഭക്ഷണത്തിന്റെ കൾച്ചർ, അതുപോലെ തന്നെ ഡ്രസ്സിങ്, വസ്ത്രധാരണത്തിന്റെ കൾച്ചർ, നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മൾ ഓരോ ഫെസ്റ്റിവൽസും ഓരോ നാട്ടിലുള്ളവരും പല രീതിയിൽ ആയിരിക്കും ആഘോഷിക്കുന്നത്, അല്ലെ? അങ്ങനെ പല രീതിയിൽ ചിലപ്പോൾ നമ്മളിപ്പോ ഈ കേരളത്തിലല്ല, നമ്മൾ പോയി വേറെ എവിടെയെങ്കിലും കേരളത്തിന്റെ പുറത്തുള്ള ഏതെങ്കിലും സ്റ്റേറ്റിലാണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടുത്തെ ആ ഒരു രീതിയിലുള്ള ഫെസ്റ്റിവൽസും ചിലപ്പോൾ ഫുഡ് കൾച്ചറും നമ്മൾ ഫോളോ ചെയ്യുന്നവരും, അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ച് ഒരുപക്ഷെ നമ്മുടെ ഡ്രസ്സ്, വേഷവിധാനങ്ങൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. അങ്ങനെ ആ ഒരു കൾച്ചറൽ വെൽനസ്, ഈ ഒരു ക്ലാസ് കൾച്ചറൽ വെൽനസ് എടുക്കുന്ന സമയത്ത് ഒരു ബാച്ചിൽ നിന്ന് ഒരു കുട്ടി പറഞ്ഞതാണ്, കഴിഞ്ഞിട്ട് എടുത്തതിന് മുമ്പാണെന്നാണ് എനിക്ക് ഓർമ്മ, ഐ എം വെരി ടയേർഡ്. ഇതാണ് ഫസ്റ്റ് പറയുന്ന ഒരു സെന്റൻസ്. ഞാൻ ചോദിച്ചു എന്തു പറ്റി? ഞാൻ ഭക്ഷണം എനിക്ക് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു അതെന്താ കഴിക്കാത്തേന്ന് ചോദിച്ചു. അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആള് കല്യാണം കഴിച്ച് വന്നേക്കുന്ന സ്ഥലത്തെ ആ വീട്ടിലെ ഫുഡ് ഹാബിറ്റ്സ്, ആ ഫുഡിന്റെ ഫുഡ് കൾച്ചർ വേറെയും ആളുടെ വീട്ടിലെ അതുവരെയും കഴിച്ചുകൊണ്ടിരുന്ന സ്വന്തം വീട്ടിലെ ഭക്ഷണമാണല്ലോ, അവിടുത്തെ ഫുഡ് കൾച്ചർ വേറെയും. ഇവിടത്തെ വീട്ടില് ഭയങ്കരമായിട്ട് ഓയിൽ യൂസ് ചെയ്യുന്നു, അങ്ങനെ എന്തൊക്കെയൊക്കെയോ രീതിയിലുള്ള കറികളാണെന്നൊക്കെ ഇങ്ങനെ പറയണം. കേരളത്തിൽ തന്നെ കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു കുക്ക് ചെയ്യുമെന്ന് ചോദിച്ചു. എന്തിനും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണമല്ലോ. കുക്ക് ചെയ്യുന്ന ചോദിച്ചു, ഞാൻ നല്ലപോലെ കുക്ക് ചെയ്യും. എന്നാ ഒരു കാര്യം ചെയ്യും, എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കാം, എന്നിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. അതിൽ കൂടുതൽ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റും, അല്ലെ? കാരണം അവര് ഫോളോ ചെയ്യുന്ന ഒരു ഫുഡ് കൾച്ചർ ഉണ്ടാകും. അവിടെ പെട്ടെന്നൊരു ഒരാളൊരു വ്യക്തി വരുമ്പോ ആ മാറ്റം വരുത്താനായിട്ട് അവര് ശ്രമിക്കുക എന്നുള്ളത് അവരുടെ മനസ്സിന്റെ ഒരു രീതി. പക്ഷെ അവരവരുടെ രീതിക്ക് ഭക്ഷണം വെച്ചു. ഈ കുട്ടിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഭക്ഷണം കഴിയാതെ ഇരുന്നിരുന്ന് ഇത് അങ്ങോട്ട് ഭയങ്കര ടയേർഡായി. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കുട്ടി പോയി. അപ്പൊ ഞാൻ പറഞ്ഞു നല്ലപോലെ കുക്ക് ചെയ്യണമെങ്കിൽ സ്വന്തം ഒരു ഡിഷ് ഉണ്ടാക്കി എല്ലാരെയും ഇങ്ങനെ എട്ടിച്ച് എല്ലാവർക്കും കൊടുക്കുക. കാരണം ഭക്ഷണത്തിലൂടെ നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയം നേടിയെടുക്കാൻ പറ്റുമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പം ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും സൊല്യൂഷൻ അത് തന്നെയായിരുന്നു. അങ്ങനെ ചെയ്യൂ, നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും. നമ്മളുടെ ഫുഡ് കൾച്ചർ അവരും ടേസ്റ്റ് ചെയ്യട്ടെ, അപ്പൊ അവർക്കും മനസ്സിലാകും. അപ്പൊ അങ്ങനെ ഞാൻ എന്റെയും ഹസ്ബൻഡിന്റെയും വീട്ടിലെ ഈ ഫുഡ് കൾച്ചറും ഇതുപോലെ ഫെസ്റ്റിവൽസ് ആഘോഷിക്കുന്ന രീതിയും എൻറ്റയർലി ഡിഫറെന്റ് ആണ് കേട്ടോ. ഞാൻ എറണാകുളം, ഹസ്ബൻഡ് കായംകുളം. അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് ടൈം കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള ഓണം, എന്റെ ഓർമ്മകളിലെ ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരായിരുന്നു. പൂക്കളം ഇടുന്നു, അമ്പലത്തിൽ പോകുന്നു, ഫുള്ള് വെജിറ്റേറിയൻ ഇലയിൽ ഇങ്ങനെ സദ്യ കഴിക്കുന്നു, അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നു, അങ്ങനെ പായസം, അങ്ങനെയൊക്കെയുള്ള എല്ലാവരുടെ ഇഷ്ടത്തിന് പാലിന്റെ പായസം ഉണ്ടാവും, ശർക്കര പായസം ഉണ്ടാവും. ഓണമൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കുള്ളൂ. അല്ല ഇപ്പൊ സാധാരണ രീതിയിലല്ലേ, അങ്ങനെയായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ ഞാൻ കണ്ടൊരു കാഴ്ച, നോൺ വെജിറ്റേറിയൻ ആണ് അവര്. ഓണ ദിവസങ്ങളിൽ ആ ഏരിയയിലുള്ള എല്ലാ ആൾക്കാരും കേട്ടോ, അവര് മാത്രല്ല, ഓണ ദിവസങ്ങളില് ഏറ്റവും വലിയ മീനിനെ അവിടെ വാങ്ങുന്നു. എന്നിട്ട് ഈ ചോറിന്റെ നടുക്കിലേക്ക് സാമ്പാറിന് വരെ ഒഴിക്കുന്നത് ഈ മീൻകറിയാ. എന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുവാണേ, കരയണത് കൺട്രോൾ ചെയ്യണത്. അന്ന് ചെറിയ പ്രായമല്ലേ, 25-26 ആ ഒരു പ്രായം. നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഓണത്തിന് ഞാൻ നോൺ വെജ് കഴിച്ചു അന്നത്തെ ദിവസം. അപ്പൊ അവിടുത്തെ അമ്മയ്ക്ക് സംഭവം പിടികിട്ടി. പറഞ്ഞില്ല, ഞാൻ അതെന്റെ അനിഷ്ടമോ ആ രീതിയിലൊന്നും കാണിച്ചൊന്നുമില്ല. പക്ഷെ അമ്മയ്ക്ക് സംഭവം പിടികിട്ടി. പിന്നത്തെ വർഷം തുടങ്ങിയുള്ള ഓണത്തിനും വിഷുവിനും അവിടെ സദ്യയേ ഇല്ല കേട്ടോ. വിഷുക്കണി വെക്കലോ ഒന്നുമില്ല. ഓണത്തിനും വിഷുവിനും പിന്നെ വെജിറ്റേറിയൻ ആയി. അമ്മ പറഞ്ഞു ഇനിയുള്ള ഓണത്തിനും വിഷുവിനും ഇവിടെ വെജിറ്റേറിയൻ ആയി. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് ഓരോരുത്തരുടെ രീതി. വേറൊരാളുടെ കൾച്ചറിനെ, ഫുഡ് കൾച്ചർ ആണെങ്കിലും അതിനെ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് ഓരോരുത്തരുടെ രീതി. അപ്പൊ അവിടെ ഒരു വെൽനെസ് ഫോം ചെയ്തു അല്ലെ. നമുക്കൊരു സന്തോഷം, നമ്മളുടെ ഒരു ചെറിയ ആഗ്രഹത്തിനെ നമ്മൾ പറയാതെ തന്നെ ഒരാൾ കൺസിഡർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ഹാപ്പിനെസ്, ഒരു വെൽനെസ് മൂഡാണല്ലോ. പിന്നെ വിഷു ആയപ്പം അമ്മയ്ക്ക് കണി വെക്കണത് എങ്ങനെയാന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ഞാനും അമ്മയും കൂടെ മാർക്കറ്റിൽ പോയിട്ട് ഉരുളിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ അങ്ങനെ അവിടെ കണി വെച്ചു. അപ്പൊ ഇത് കണ്ടുകൊണ്ട്, അച്ഛനാണ് ഏറ്റവും മൂത്ത ആൾ ആ ഒരു ജനറേഷന്റെ, ഹസ്ബൻഡിന്റെ അച്ഛൻ. അപ്പൊ
അച്ഛന്റെ അനിയന്മാരുടെ രണ്ട് അനിയന്മാരുടെ ഭാര്യമാരുണ്ട്. അപ്പൊ അവര് ഭയങ്കര ഫ്രണ്ട്സിനെ പോലെ കേട്ടോ. അപ്പൊ അവര് രണ്ടുപേരും അവരും പിന്നെ കണി വെക്കാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ട്. അങ്ങനെ ഇപ്പൊ വിഷുവിന് അവിടെ ഫുൾ ആ വീട്ടുകാരെ മുഴുവനും കണി വെക്കും. ഹസ്ബൻഡ് പറയും ജിഷയാണ് അവിടെ വിഷു കണ്ടുപിടിച്ചെന്ന് ഇങ്ങനെ പറയും. അങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു കൾച്ചറിനെ ആക്സെപ്റ്റ് ചെയ്യാൻ അവര് കാണിച്ച ഇത് എന്റെ കൾച്ചർ അല്ല അവിടെ വലിയത്. അവരത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കാണിച്ചത് തന്നെയാണ് ഏറ്റവും എനിക്ക് അവരുടെ മനസ്സിനാണ് വലുപ്പം എനിക്ക് തോന്നിയത്. അല്ലെ, നമ്മളുടെ രീതിയോ വേറൊരാൾ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ പോസിറ്റീവാണ്, അല്ലാണ്ട് ആ ഒരു ഇതിന്റെ പോസിറ്റീവ് അല്ല. ഓക്കെ, അപ്പൊ കൾച്ചറൽ വെൽനെസ് നമുക്കിപ്പോ എവിടെ പോയാലും പല കൾച്ചറിലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ജീവിക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ക്ലൈമറ്റ് വെൽനെസ് ഐശ്വര്യ പറയാന്നല്ലേ പറഞ്ഞേ. ഇതിന്റെ കൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? കൾച്ചറൽ വെൽനെസ് ഇല്ല. ഓക്കെ, ക്ലൈമറ്റ് വെൽനെസ് ഐശ്വര്യ പറഞ്ഞോളൂ. This is an അയ്യോ മാം, എന്റെ ഫോണിനോട് കംപ്ലൈന്റ് ആയിപ്പോയോണ്ട് അത് വായിക്കാൻ പറ്റുന്നില്ല. വായിക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ വായിക്കാം സാർ. കാരണം എന്ന് വെച്ചാൽ എന്റെ ഫോണിന് മറ്റേ ഡിസ്പ്ലേ പോയി കിടക്കും, മറ്റേ പല വീണ്. താഴെ വീണോ? താഴെ അതെ, വീണതൊക്കെ താഴെ വീണതല്ല മാം, പല വീണു. ഡിസ്പ്ലേ പോയതാണ് മറ്റേ കസ്റ്റമർ കെയർ പറഞ്ഞു. അത് ചെറിയ അക്ഷരങ്ങളൊന്നും കാണത്തില്ല. ഓക്കെ, ഇപ്പൊ വായിക്കാൻ പറ്റുമോ? അതോ ഞാൻ വായിച്ചു തരണോ? അല്ല വായിക്കാൻ പറ്റും. This is an emerging dimension of wellness. It is access the connection between climatic change and human well-being. It is a new area of research. We tend to study the consequences of climate and ecosystem change on the wellness individual. അതായത് കാലാവസ്ഥ വ്യതിയാനവും അവരുടെ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങളും വ്യക്തികളെ എങ്ങനെ ബാധിക്കുന്നു, ശാരീരിക മാനസികമായി എങ്ങനെ ആരോഗ്യം എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഈ മേഖലയിൽ പഠിക്കുന്നത്. അപ്പൊ കാലാവസ്ഥ മാറ്റം മൂലം ഉണ്ടാകുന്ന താപവർദ്ധനവ്, വെള്ളപ്പൊക്കം, വരൾച്ച, വായു, മലിനീകരണം എന്നിവ മനുഷ്യന്റെ ആരോഗ്യത്തെ കാര്യമായിട്ട് ബാധിക്കും. ഓക്കെ, ഐശ്വര്യ പറഞ്ഞതുപോലെ എന്തോ മാം? അല്ല, ഐശ്വര്യ പറഞ്ഞതുപോലെ കാലാവസ്ഥ മാറ്റങ്ങൾ നമ്മുടെ സമാധാനത്തെ പലപ്പോഴും തകർക്കാറുണ്ടല്ലേ. മഴക്കാലം വരുമ്പോ എത്രയോ പേരുടെ വീടുകളിലേക്ക് വല്ലാതെ വെള്ളം കയറും. നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അത് ക്ലൈമറ്റ് ചേഞ്ചസും അതുപോലെ തന്നെ അങ്ങനെ പല പല പ്രശ്നങ്ങളും, ചൂട് കൂടുന്ന സമയത്ത് നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അസ്വസ്ഥതയും വീടിനകത്ത് ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ചെടികളും ചിലരുടെ കൃഷിയൊക്കെ കരിഞ്ഞുണങ്ങി പോകും. ആവശ്യത്തിന് വെള്ളം ഉണ്ടാവില്ല നനയ്ക്കാൻ. ക്ലൈമറ്റ് നമ്മുടെ വെൽനസിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും എന്താ പറയാ, നല്ല ഇത് റിസർച്ച് നടക്കുന്ന ഒരു ഏരിയ ആണ് ക്ലൈമറ്റ് വെൽനസ്. ക്ലൈമറ്റ് വെൽനസിൽ ഇപ്പോഴും വളരെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എമർജിംഗ് ഡയമെൻഷൻ ഓഫ് വെൽനസ് ആണ് ക്ലൈമറ്റ് വെൽനസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഒരു കാര്യം ഇത് വെൽനസിന്റെ ഒരു പുതിയ തലമാണ് വെൽനസിന്റെ. ഇത് പരിസ്ഥിതി സംരക്ഷണവും വ്യക്തിഗത ആരോഗ്യം തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. പരിസ്ഥിതി സൗഹൃദപരമായ ശൈലിയും പ്രകൃതിയോട് ഇണങ്ങുന്ന ജീവിതം കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ലൈമറ്റ് ചേഞ്ചസ്. നമ്മളായിട്ടൊന്നും നമുക്കത് ചേഞ്ചസ് വരുത്താനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും അതിൽ കൂടുതൽ റിസർച്ച് നടക്കുന്നത്. അതേസമയം ഫിനാൻഷ്യൽ, എക്കണോമിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പ്രോബ്ലം അധികം ഉണ്ടാവില്ല. കാരണം നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. എനിക്കൊരു മിനിറ്റ് ഒന്ന് തരൂ.
ഓക്കെ, അപ്പൊ നമ്മൾ സക്സസ്ഫുള്ളി ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഹെൽത്തിനെ കുറിച്ചും ഫിസിക്കൽ. രേവതി പറയും. പ്രൈവറ്റ് വെൽനസിലും എൻവയോൺമെന്റ് വെൽനസിലും നമ്മുടെ മനസ്സിന്റെ പങ്കിട്ട് കൂടുതലാണ്, വല്ലാണ്ട് കൂടുതലാണ്. പ്ലാസ്റ്റിക്, കെമിക്കൽസ് എല്ലാം ഭയങ്കരമായിട്ട് ഉപയോഗിക്കാം. അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ ഗവൺമെന്റും നമ്മളും എല്ലാം ഒരുപോലെ പ്രവർത്തിക്കുന്നു. ഒരഭിപ്രായമാണ്. രേവതി പറഞ്ഞത് കറക്റ്റ് ആണല്ലേ? പ്ലാസ്റ്റിക് നമ്മളുടെ എൻവയോൺമെന്റിനെ, ക്ലൈമറ്റിനെ എല്ലാം വല്ലാതെ ബാധിക്കുന്നു. വളരെയധികം ഉപയോഗം, പല രീതിയിലും മെത്തേഡ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് പലപ്പോഴും സക്സസ് ആവുന്നില്ല. നമ്മുടെ ഇവിടെ ഒന്നും വലിയ പ്രോബ്ലം ഇല്ല, പക്ഷെ ചില ഇടങ്ങളിലേക്ക് പോകുമ്പോൾ ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ഈ വേസ്റ്റ് മാനേജ്, പ്രത്യേകിച്ചും ഈ ഒരു പ്ലാസ്റ്റിക്, ആളുകൾ തിങ്ങിപ്പാർത്തും താമസിക്കുന്ന സ്ഥലം, ഫ്ലാറ്റുകൾ കൂടുതലുള്ള ഏരിയ, ബാംഗ്ലൂർ, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ ഫ്ലാറ്റ് സംസ്കാരമാണല്ലേ. കാരണം അവിടെ ഇൻഡിപെൻഡന്റ് ഹൗസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളിടത്ത് വേസ്റ്റ് മാനേജ്മെന്റ്, ഞാനിപ്പോ എന്റെ ഫ്രണ്ട് ബാംഗ്ലൂരിലുള്ള അതിനോട് ചോദിച്ചപ്പോ അതിങ്ങനെ പറഞ്ഞു, എന്താണ് അവർ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണില്ല. അവിടെ പലപ്പോഴും ലേക്കുകൾ ഭയങ്കരമായിട്ട് മലിനമാക്കപ്പെടുന്നു. അപ്പൊ ഈ മലിനമാകുന്ന ചില സമയത്ത് ഭയങ്കരമായിട്ട് വെള്ളം ഓവർഫ്ലോ ചെയ്യുമ്പോൾ ഫ്രോത്ത് ഉണ്ടാകും, പത ഉണ്ടാവും. കാണാൻ രസമാണ്, പക്ഷെ അതിൽ കംപ്ലീറ്റ് വരുന്നത് കെമിക്കൽസ് ആണ്. ആളുകൾ വാഷ് ചെയ്ത് വിടുന്ന വെള്ളത്തിന്റെ അതിലെ സോപ്പിന്റെ അംശവും അല്ലാതെയുള്ള പലതും. പിന്നെ അത് കൂടാതെ ഞാൻ ഡൽഹി പോയപ്പോ ഞാൻ കണ്ട ഒരു അവസ്ഥയാണ്, അവിടെ ഒരു സ്ട്രീറ്റ് പോലും ക്ലീൻ അല്ല. എല്ലാത്തിന്റെയും രണ്ട് സൈഡിലും വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂടി കിടക്കുക. നമ്മുടെ ഒരു ബാച്ചിൽ ഡൽഹിയിൽ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടി പറയുമായിരുന്നു, ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഡംപ് ചെയ്തു, അവിടെ ഓവർഫ്ലോ ആയിരുന്നു. പുതിയൊരു സ്ഥലം കണ്ടുപിടിക്കാൻ അവർക്കില്ല ഡൽഹിയിൽ. അത്രയും പൊല്യൂഷൻ ആണ് ഡൽഹിയിൽ വരുന്നത്. ഓക്കെ, പലരും നമ്മുടെ പുകയുടെ ഇത് വാഹനങ്ങളുടെ നിയന്ത്രണം ഭയങ്കരമായിട്ടില്ലേ ഇപ്പം, അതുപോലെ പൊല്യൂഷൻ ഉണ്ട്. അതെ, ശരിയാണ്. അവിടെ സ്മോഗ് എന്നൊരവസ്ഥയാ, സ്മോക്കും ഫോഗും കൂടെ ചേർന്നിട്ട് ഈ മഞ്ഞ് വരുമ്പോ ആ ഒരു ടൈമിൽ വരുന്നത് അതാണ്. മഴയും അങ്ങനെ കാര്യം, മഴ പെയ്യുമ്പോൾ കുറെ ക്ലീൻ ആവും നമ്മുടെ ഇവിടെയൊക്കെ, പക്ഷെ അവിടെ മഴ പെയ്യുമ്പോൾ കൂടുതൽ അവസ്ഥ മോശമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ നിങ്ങൾക്ക് താല്പര്യമുള്ള റെക്കോർഡ് റൈറ്റിംഗിലേക്ക് പോകാം. ഞാൻ എന്നാ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ സ്ക്രീൻ. പിന്നെ ഇതൊരു തീമായിട്ട് തരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് ചെയ്യാം, അതിനുള്ള എല്ലാ ഫ്രീഡും ഉണ്ട്. ഇന്നോവേറ്റീവായിട്ട്, ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാം. ജസ്റ്റ് ഒരു ഐഡിയ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു റെക്കോർഡ് റൈറ്റിംഗിന്റെ, അതിന്റെ കുറച്ച് തീംസ് തരുന്നു. കൂടുതലായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യാം. തോന്നുവാണ് ഇതിനേക്കാൾ കുറച്ചു ഇത് ഞാൻ തന്നത് റെലവെന്റ് അല്ല, ഇമ്പോർട്ടന്റ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 5 റെക്കോർഡിന്റെ ടൈറ്റിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് 5 റെക്കോർഡിന്റെ ടൈറ്റിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. മൈ കളക്ഷൻ ബുക്ക് ഫസ്റ്റ് വൺ, രണ്ടാമത്തത് ആക്ഷൻ ഡ്രൈവ് ബുക്കാണ്, മൂന്നാമത്തത് ആക്ഷൻ സ്റ്റോറി ബുക്ക്, നാലാമത്തത് പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്. ബാലരമ, പൂമ്പാറ്റ, കളിക്കുടുക്ക, മാജിക് പോട്ട് അങ്ങനെയുള്ളതൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് നല്ല പോലെ മനസ്സിലാകും. പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് നിങ്ങൾ അതൊക്കെ വായിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒന്ന് വായിച്ചിട്ടുണ്ടോ? ബാലരമ, പൂമ്പാറ്റ, ബാലമംഗളം, കളിക്കുടുക്ക, മായാവി. ബാലരമയിലുള്ള ക്യാരക്ടർ ഉണ്ടോ? പിന്നെ മാജിക് പോട്ട്, കളിക്കുടുക്കയുടെ ഇംഗ്ലീഷാണ് മാജിക് പോട്ട് എന്ന് തോന്നുന്നു. ഓക്കെ, യെസ്, മിന്നാമിന്നി. ഞാനൊരു ക്ലാസ്സിൽ വായിച്ചിട്ടുള്ള ഒരു കുട്ടി പറഞ്ഞു ഇതൊന്നും വായിച്ചിട്ടില്ല. എനിക്കതൊരു ആദ്യമായിട്ടൊരു അതിശയകരമായ ഒരു കാര്യമായിരുന്നു. അത് വായിക്കാത്ത ഒരു കുട്ടി ഉണ്ടെന്നുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കാം അത് വായിക്കാത്ത അറിയില്ല, പേഴ്സണൽ ആയിരിക്കാം. ഓക്കെ, അതാണ് നമ്മൾ 4ാമത്തെ റെക്കോർഡ്. അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. പിന്നെ 5ാമത്തെ റെക്കോർഡാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മോഡ്യൂൾ 3 ആണ് 5ാമത്തെ റെക്കോർഡ്. മോഡ്യൂൾ 3യിൽ നിന്നും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വളരെ ബ്രീഫ് ചെയ്ത് വളരെ ക്വാളിറ്റിയോട് കൂടി എഴുതിയിട്ടുള്ള റെക്കോർഡാണ് 5ാമത്തെ റെക്കോർഡ്. അത് നിങ്ങൾ തന്നെയായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് എഴുതാനുള്ള ഡീറ്റെയിൽസ് തരും, അതിന്റെ പിക്ചേഴ്സും തരും. അത്
അതിലേക്ക് കോപ്പി ചെയ്ത് എഴുതി വെക്കുക, പിക്ചേഴ്സ് പ്രിന്റ് എടുത്ത് കട്ട് ചെയ്ത് ഒട്ടിക്കുക. ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് റെക്കോർഡിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. മൈ കളക്ഷൻ ബുക്ക്. അപ്പൊ ഈ റെക്കോർഡ് ബുക്കിന്റെ എല്ലാത്തിന്റെയും ബ്രാക്കറ്റിൽ ചില കാര്യങ്ങൾ എഴുതിയേക്കണ കാണാം. ബോത്ത് സൈഡ്സ് പ്ലെയിൻ, റൈറ്റ് സൈഡ് റൂൾഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ എന്നൊക്കെ. ഒരു മിനിറ്റ് തരുമോ, ഞാൻ എന്റെ റെക്കോർഡ് ഒന്ന് എടുക്കട്ടെ. ഞാൻ 2017 ചെയ്തതാണ്. ഇപ്പോഴും സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ഞാൻ അതിൽ എഫേർട്ട് എടുത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. വല്ല കോപ്പി പേസ്റ്റ് ചെയ്യുവാണെങ്കിൽ പണ്ടേ ഇത് ഞാൻ കളഞ്ഞേനെ. ഇത് ഞാൻ തന്നെത്താനെ ഞാനും കുട്ടികളും കൂടെ ഇരുന്ന് ചെയ്തത്. ബോത്ത് സൈഡ്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? ഈ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ +1 +2 കുട്ടികൾക്ക് സയൻസിന് റെക്കോർഡ് വാങ്ങില്ലേ, കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് റെക്കോർഡ് വാങ്ങില്ലേ, അങ്ങനെ ഈ ബുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച റെക്കോർഡാണ്. സ്കൂളിന്റെ ഒക്കെ സൈഡിൽ ഏതെങ്കിലുമൊക്കെ ബുക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റെക്കോർഡ് ആണ് താല്പര്യമെങ്കിൽ അങ്ങനെ വാങ്ങാം. അത് വാങ്ങണമെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, ഇത് രണ്ട് സൈഡും പ്ലെയിൻ ആയിട്ടുള്ള റെക്കോർഡ്. ഇനി ഒരു സൈഡ് റൈറ്റ് സൈഡ് വരയിട്ടതും ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് പറയാം. അതായത് നമുക്ക് ചില റെക്കോർഡുകളിൽ എഴുതാനൊന്നുമില്ല, പിക്ചർ മാത്രം ഒട്ടിക്കുകയോ വരയ്ക്കുകയോ ചെയ്താൽ മതി. അപ്പൊ വരയുള്ള പേജിന്റെ മുകളിൽ കൂടെ പിക്ചർ വരച്ച ഒരു ഭംഗി ഉണ്ടാവില്ല അല്ലെ, അല്ലെങ്കിൽ പിക്ചർ ഒട്ടിച്ചു കഴിഞ്ഞാൽ വര ഇങ്ങനെ കാണും. പ്ലെയിൻ പേപ്പറിൽ വരയ്ക്കാനല്ലേ നല്ലത്. അപ്പോ രണ്ട് സൈഡും പ്ലെയിൻ ആയിട്ടുള്ളത് ഉള്ള റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മുഴുവനും പിക്ചേഴ്സ് ആയിരിക്കും. എഴുതാൻ ഒന്നും കാര്യമായിട്ടുണ്ടാവില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റെക്കോർഡും 4th റെക്കോർഡും ബോത്ത് സൈഡ്സ് പ്ലെയിൻ എന്നാണ് ബ്രാക്കറ്റിൽ കാണുന്നത്. കണ്ടോ? ഓക്കെ, ഇനി 2nd, 3rd, 5th രണ്ടാമത്തെയും മൂന്നാമത്തെയും അഞ്ചാമത്തെയും റെക്കോർഡ് ഒരു സൈഡ് റൂൾഡും ഒരു സൈഡ് പ്ലെയിനും. അതായത് എഴുതുന്ന ഭാഗം വരയിട്ടതും. മാം, ഈ റെക്കോർഡ് ബുക്സ് ആണോ പേയ്മെന്റ് ചെയ്താൽ അയച്ചു തരുന്നത്? അതെ അതെ അതെ. ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ചിലപ്പോൾ ചിലർക്ക് ഒരു റെക്കോർഡ് മതി, 5ഉം വേണ്ട, അങ്ങനെ പറയുന്ന കുട്ടികളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവരത് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരും കേട്ടോ. ഇനി ഈ രണ്ടാമത്തെ, മൂന്നാമത്തെ, അഞ്ചാമത്തെ റെക്കോർഡുകള് ഒരു സൈഡ് വരയിട്ടതും ഒരു സൈഡ് പ്ലെയിനുമാണ്. അതായത് എഴുതേണ്ട ഭാഗത്ത് വരയിക്കുന്നു, ആ എന്തിനെ കുറിച്ചാണോ നമ്മൾ എഴുതിയത് അതിന് അനുസരിച്ചുള്ള ഒരു പിക്ചർ നമ്മൾ ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ ഭാഗത്ത് ഒട്ടിക്കുന്നു. അങ്ങനെയാണ്. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഞാനിവിടെ സണ്ണിനെ കുറിച്ച് ഒരു റൈം എഴുതിയിട്ടുണ്ട്. അപ്പോ സണ്ണിന്റെ ഒരു പിക്ചർ ഞാനിവിടെ വരച്ചു. എന്താണോ നമ്മൾ ഇവിടെ എഴുതുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമ്മളിവിടെ വെക്കുന്നത്. അപ്പൊ രണ്ടാമത്തെയും മൂന്നാമത്തെയും റെക്കോർഡ് ബുക്കിൽ നിങ്ങൾ നോക്കിക്കാണാം, ഇല്ലിസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക്, ഇല്ലിസ്ട്രേറ്റഡ് ആക്ഷൻ സ്റ്റോറി ബുക്ക്. ഇല്ലിസ്ട്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് എന്നുള്ള മീനിങ് വരുന്ന രീതിയിലാണ്. ഒരു ഇല്ലിസ്ട്രേഷൻ വേണം. നമ്മൾ എന്താണോ ഈ റൈറ്റ് സൈഡിൽ എഴുതുന്നത്, ഒരു റൈം ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഇവിടെ സണ്ണിനെ കുറിച്ചുള്ള ഒരു റൈം എഴുതിയിരിക്കുന്നത്. സോ അതാണ്. ഇത് നമുക്ക് എളുപ്പമാണല്ലോ വരയ്ക്കാൻ. സണ്ണും ക്ലൗഡും ഒക്കെ വരയ്ക്കാൻ, ഈ ബേർഡിനെ ഒക്കെ വരയ്ക്കാൻ ഈസി ആണല്ലോ. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകും. 5 റെക്കോർഡിന്റെയും പേര് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇതിന്റെ PDF അയച്ചു തരും കേട്ടോ, ക്ലാസ് റൂമിൽ ഇടും. മൈ കളക്ഷൻ ബുക്ക്. ഈ നമ്മളെ പുറത്തുനിന്ന് റെക്കോർഡ് വാങ്ങുമ്പോൾ ഇതുപോലൊരു ഫ്രണ്ട് ഷീറ്റ് ഒക്കെ ഉണ്ടാവും സർട്ടിഫിക്കറ്റ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആകുമ്പോൾ സ്മാർട്ട് ശ്രീ എന്നൊക്കെ പറഞ്ഞ് ലോഗോ ഒക്കെ വെച്ച് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഏത് വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല, എവിടെ നിന്ന് വാങ്ങിച്ചാലും നിങ്ങളുടെ കൺവീനിയൻസ് ആണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു ഇൻഡെക്സ് പേജ് ഉണ്ടാവും. ഞാൻ ഫുള്ളൊന്നും ഫിൽ ചെയ്തിട്ടില്ല. ഇൻഡെക്സ് പേജിൽ സീരിയൽ നമ്പർ, ഡേറ്റ് എന്താണോ എഴുതുന്നത് അത്, പേജ് നമ്പർ, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മളൊരു റെക്കോർഡ് എഴുതാനായിട്ട് പോകുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ആ റെക്കോർഡ് ബുക്കിൽ
എത്ര പേജസ് ഉണ്ടെന്ന് മാർക്ക് ചെയ്ത് വെക്കുക ആദ്യം. ടോട്ടൽ പേജസ് 1, 2, 3 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിടുക. കാരണം നമുക്ക് എത്ര പേജ് ഉണ്ടെന്ന് അറിയാനാണ്. ഓരോരുത്തരുടെയും ഹാൻഡ് റൈറ്റിംഗ് ഡിഫറെന്റ് ആണ്, വലിപ്പം. അതിനനുസരിച്ച് ചിലപ്പോ പേജ് കൂടുതൽ എടുക്കും, ചിലരുടെ ഹാൻഡ് റൈറ്റിംഗ് ചെറുതാവുമ്പോൾ പേജ് കുറവ് മതി. അപ്പൊ നമുക്കൊരു കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും എഴുതണമെങ്കിൽ എനിക്ക് എത്ര പേജ് വേണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റെക്കോർഡ് അങ്ങനെ പേജ് നമ്പർ ആദ്യം ഇട്ട് വെക്കാൻ പറയണം. ഇങ്ങനെ ഇതിപ്പം കുട്ടികളുടെ സയൻസ് ബുക്ക് ആയതുകൊണ്ടാണ് എക്സ്പെരിമെന്റ് നമ്പർ, പേജ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണും റെക്കോർഡ് ബുക്കിൽ. അപ്പൊ പേജ് നമ്പർ നിങ്ങൾ ഇട്ട് വെക്കുക. ഇനി നമ്മുടെ ഫസ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ്, അതിൽ മൈ കളക്ഷൻ ബുക്ക്, അതാണ് അതിന്റെ പേര്. ഈ മൈ കളക്ഷൻ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം A, B, C, D, E, F, G എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അതിലെ A, B, C, D, E ഈ 5 എണ്ണം, ആദ്യത്തെ 5 എണ്ണം മാത്രം കുറച്ച് എഴുതാനുണ്ട്. ആ റെക്കോർഡ് ബുക്കിൽ എഴുതാനുള്ളത് അത്രയും മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവനും പിക്ചേഴ്സ് ഒട്ടിക്കാണ്. ഇനി G എന്ന് കണ്ടോ, കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ്. ഈ G താഴെ 1 തുടങ്ങി ഇങ്ങനെ 13 15 15 വരെ ഉള്ള ഓരോ തീമിന്റെ മെയിൻ ഹെഡിങ് ആണ് കേട്ടോ G. കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ്, അതൊരു മെയിൻ ഹെഡിങ്. ആ ഡിഫറെന്റ് ഐറ്റംസ് ആണ് ഈ താഴെ 1, 2, 3 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? കണ്ടന്റ്സിനെ പറ്റി ഒരു ഐഡിയ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഓരോന്ന് എന്താന്ന് പറയാം. ഫസ്റ്റ് വൺ പ്രോവർബ്സ്. പ്രോവർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴഞ്ചൊല്ലുകൾ അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട് പഴഞ്ചൊല്ലുകൾ. നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു 10 എണ്ണം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോവർബ്സ് 10 എണ്ണം. ഓക്കെ, ഞാനൊരു 20 എണ്ണം എഴുതിയിട്ടുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മിനിമം ഒരു 10 എഴുതുക, മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെന്ന് എഴുതാം. പക്ഷെ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാകണം, നമുക്ക് എത്ര പേജ് ഉണ്ടെന്നുള്ളത്, അതിനനുസരിച്ച് എഴുതാൻ പറ്റും. പിന്നെ ഈ ഒരു റെക്കോർഡ് ബുക്കില് 2 സൈഡ്സും യൂസ് ചെയ്യാം, ലെഫ്റ്റും റൈറ്റും ഉപയോഗിക്കാം. കാരണം നമുക്ക് എഴുതാൻ കുറച്ചേ ഉള്ളൂ. ബാക്കി ഇൻ ഇംഗ്ലീഷ്, യെസ്, ഒന്നും മലയാളത്തിലല്ല, എല്ലാം ഇംഗ്ലീഷ്. അപ്പൊ 2 സൈഡും യൂസ് ചെയ്യാം. കാരണം ഞാൻ ഈ ലാസ്റ്റ് പിക്ചർ ഒട്ടിക്കേണ്ട ഭാഗം ഉണ്ടല്ലോ, കളക്ഷൻ ബുക്ക്, ആദ്യം ഇങ്ങനെ ഈ ഒരു സൈഡ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് വെച്ച് ഇവിടെ മാത്രം ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഒന്നും എഴുതാനില്ലല്ലോ, 2 സൈഡ് ഉപയോഗിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് 2 സൈഡിലും കുറെ അങ്ങ് കഴിഞ്ഞപ്പോഴാട്ടോ പിക്ചേഴ്സ് ഒട്ടിക്കാൻ തുടങ്ങി. അപ്പൊ ഒരു നീറ്റ് ആയിട്ട് തോന്നി. ആ ബുക്കിന്റെ പേജ് തുറക്കുമ്പോൾ ഫുൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗി തോന്നി. അതുകൊണ്ട് ഞാൻ ആദ്യം പറയാണ്, നിങ്ങൾക്ക് 2 സൈഡ്സും യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഒരു ഐഡിയ, ഇന്നോവേറ്റീവ് ആയിട്ട് എന്താണോ ചെയ്യാൻ പറ്റുക ആ ഒരു രീതിയിൽ ചെയ്തു പോകും. ഓക്കെ, പ്രോവേർബ്സ്. ശരിക്കും നമ്മൾ ഈ 5 4 റെക്കോർഡും ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, ചെറിയ കുട്ടികൾക്ക്. അപ്പൊ അതിന്റെ കണ്ടന്റ് ആ കുട്ടികൾക്ക് ഡൈജസ്റ്റ് ആകുന്ന രീതിയിലുള്ള കണ്ടന്റ്സ് ആയിരിക്കണം അല്ലെ. ഇപ്പൊ പ്രോവർബ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, പക്ഷെ പ്രോവർബിന്റെ സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അവർക്ക് പിടി കിട്ടുന്നില്ല. അപ്പൊ നമ്മളത് എന്ത് വേണം, അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ ഒരു കഥയിലൂടെ, കഥയുടെ ലാസ്റ്റ് മോറൽ വാല്യൂ ആയിട്ട് ആ ഒരു പ്രോവർബ് പറയാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള പ്രോവർബ്സ് സെലക്ട് ചെയ്യാം. അപ്പൊ ചില കുട്ടികൾ എന്നോട് ചോദിച്ചു, ഞങ്ങളത് ആ സ്റ്റേറ്റ്മെന്റിനെ 2 3 സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നല്ലൊരു ഐഡിയ ആണ്. നിങ്ങളുടേതായ എന്തും ഐഡിയ ചെയ്യാം. അത് നമ്മളോട് പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് യുവർ റെക്കോർഡ്, നിങ്ങളുടെ റെക്കോർഡാണ്. യു ക്യാൻ ക്രിയേറ്റ് മെനി തിങ്സ്, യു ക്യാൻ ഡു ഇൻ ഇന്നോവേറ്റീവ് വേ. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നതായിരിക്കും ആ ഒരു തീമിൽ നിന്നും ഡീവിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതരുത്. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കളക്ഷൻ ബുക്കാ, പിക്ചേഴ്സ് കളക്ട് ചെയ്യാണ്. ഇതിൽ കൊണ്ടുവന്ന് ഡ്രാമ എഴുതി വെക്കരുത്. ഇതിൽ കൊണ്ടുവന്ന് ഹെൽത്തി ഹാബിറ്റ്സിന്റെ കഥയോ റൈമോ എഴുതി വെക്കരുത്. ഏത് റെക്കോർഡാണോ ഈ കളക്ഷൻ ബുക്ക് എന്ന് പറഞ്ഞാൽ അതിന് കളക്ഷൻ ആണ്, ആ തീമിൽ നിന്നും മാറരുത്. ഓക്കെ, അതേ ഉള്ളൂ കേട്ടോ. അപ്പൊ പ്രോവർബ്സ് ആണ് ഫസ്റ്റ് വൺ. കുറെ പ്രോവർബ്സ് ഉണ്ടല്ലോ. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്, honesty is the best policy, look before you leap, always put your best foot forward.
റോളിംഗ് സ്റ്റോൺ ഗ്യാദേഴ്സ് നോ മോസ്, അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളതല്ലേ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് നല്ലപോലെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒരു സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്യാനോ ഒക്കെ പറ്റും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രമായിട്ട് എഴുതാം, സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ എഴുതാം. ചിലർ ചോദിച്ചു ഞങ്ങൾ അതിന്റെ പിക്ചർ ഒട്ടിച്ചോട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് അതിന് കണക്ട് ചെയ്യുന്ന പിക്ചറൊന്നും എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് ബിയും സിയും ഒന്ന് നോക്കുക. റിഡിൽസ് ആൻഡ് പസിൽസ് ആണ്. റിഡിൽസ് അല്ലെ, കടങ്കഥകള്. പസിൽസ് ട്രിക്കി ക്വസ്റ്റ്യൻസ്, കുസൃതി ചോദ്യങ്ങൾ. കടങ്കഥ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ നമുക്ക് ഒരു കണക്ഷനും കിട്ടില്ല. എന്ത് സാധനമാണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ആൻസർ പറയുമ്പോ ആ ഇതായിരുന്നു എന്നിങ്ങനെ തോന്നും. ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ലേ കടങ്കഥകളിൽ. മുറ്റച്ചെപ്പിന് അടപ്പില്ല. അതെ, യെസ്. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കുട്ടിക്ക് അത് എന്ത് സാധനമാണെന്ന് ഇങ്ങനെ ആലോചിക്കും. ആൻസർ കേൾക്കുമ്പോഴാണ് കണക്ട് ചെയ്യണത് അല്ലെ. ഞെട്ടില്ല വട്ടയില്ല എന്തല്ലയാന്ന് ആലോചിച്ചോണ്ടിരിക്കും ആദ്യമായിട്ട് കേൾക്കുന്നവരാണ്. പക്ഷെ വൺസ് അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് കടങ്കഥകൾ, റിഡിൽസ്. ഇനി പസിൽസ്. പസിൽസ് നിങ്ങൾക്ക് കുറെ ടൈപ്പ് പസിൽസ് ഉണ്ട്. വേർഡ് പസിൽ ഉണ്ട്, പിക്ചർ പസിൽ ഉണ്ട്, പിന്നെ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വരുന്ന പസിൽസ് ഉണ്ട്, പിന്നെ ക്രോസ് വേർഡ് പസിൽസ് ഉണ്ട്, നമ്പേഴ്സ് വെച്ചിട്ടുള്ള പസിൽസ് ഉണ്ട്. അങ്ങനെ ഏത് പസിൽസ് വേണമെങ്കിൽ എഴുതാം. കുസൃതി ചോദ്യങ്ങൾ, ട്രിക്കി ക്വസ്റ്റ്യൻസ്. ഞാൻ പക്ഷെ എന്റെ റെക്കോർഡിൽ എല്ലാം സ്റ്റേറ്റ്മെന്റ് വരുന്ന രീതിയിലുള്ള പസിൽസ് എഴുതിയത്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് 4ാമത്തെ റെക്കോർഡില് എന്താ പറയാ പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്, അതിൽ കൂടുതൽ പസിൽസ് ഉണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, 1ാമത്തെ റെക്കോർഡിൽ എഴുതിയ അതേ പസിൽസ് കൊണ്ടുപോയി അതിൽ എഴുതി വെക്കുന്നതേ ഉള്ളൂ, റിപ്പീറ്റ് ചെയ്തതേ ഉള്ളൂ, വേറെ എഴുതണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഏത് ടൈപ്പ് പസിൽസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പസിൽസിൽ നമുക്ക് റിലേഷൻഷിപ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അച്ഛന്റെ, ചേട്ടന്റെ, മോന്റെ, അനിയന്റെ, അങ്ങനെയൊക്കെ പറഞ്ഞ റിലേഷൻഷിപ്പ് ഗ്രൂപ്പിലിടുന്നേ. ഓക്കെ, സേതുലക്ഷ്മി ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സേതുലക്ഷ്മിയുടെ കുട്ടി കരയുന്നതാണ്, ലീവ് ചെയ്യാണ്, നിങ്ങൾ അതിനെ പറ്റി ഒന്ന് ഇടുന്നേ എന്നുള്ള രീതിയിൽ. മുഴുവൻ ഒന്നും തീരില്ല. പസിൽസും ആ ട്രഡീഷണൽ നോളജും കൂടെ പറയുമ്പോഴേക്കും നമ്മളുടെ സമയം തീരും. അപ്പൊ പസിൽസ് ഞാൻ ഇങ്ങനെ, നമുക്ക് റിലേഷൻഷിപ്പ് ടൈപ്പ് പസിൽസ് ഉണ്ടല്ലോ, അച്ഛന്റെ, മോന്റെ, ചേട്ടന്റെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു റിലേഷൻഷിപ്പ് റിലേഷൻ കാണിച്ചിട്ടുള്ളത്. പക്ഷെ ഓർക്കുക, കൊച്ചുകുട്ടികൾക്കാണ്. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് കൊടുക്കുക. പിന്നെ നമ്മളിങ്ങനെ ഒരാൾ നിൽക്കുന്നു, അയാളുടെ പുറകിൽ അടുത്ത ആൾ നിൽക്കുന്നു, അയാളുടെ ബാക്കിൽ ഒരാള്, അയാളുടെ ഫ്രണ്ടിൽ വേറൊരാൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റാൻഡിങ് പൊസിഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ. ഇതാവുമ്പോൾ കുട്ടികളെ കൊണ്ട് നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യിക്കാം. അവരെ ഓരോ ABCD എന്ന് പറഞ്ഞ 4 ആൾക്കാർ 4 പൊസിഷനിൽ നിൽക്കുന്നു. അപ്പൊ ഒരാളുടെ മുന്നിൽ ആരാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അത് ഓരോരുത്തരെയും ഓരോ ആളായിട്ട് വിചാരിച്ചിട്ട് അസ്യൂം ചെയ്ത് അങ്ങനെ നമ്മൾ അവർക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൊടുക്കാം. പിന്നെ ഡേയ്സ് വെച്ചിട്ടുള്ളത്, ഡേ ആഫ്റ്റർ ടുമാറോ ഇസ് ദ 3rd day after Wednesday, വിച്ച് ഡേ വാസ് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ. ഡേയ്സ് ഒക്കെ കുട്ടികൾ പഠിച്ചു കഴിയുമ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കൊടുക്കാം. പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കില്ലേ മാം? പസിൽസ് പിന്നെ കുസൃതി ചോദ്യമാണോ? പസിൽസ് കുസൃതി ചോദ്യം എഴുതാനാണോ? അതെ അതെ, ട്രിക്കി ക്വസ്റ്റ്യൻസ്, കുസൃതി ചോദ്യങ്ങൾ. അല്ലാതെ ഇങ്ങനെ നമ്മള് കൊറേ കൊച്ചിലെയൊക്കെ നമ്മൾ കളിച്ചിട്ടില്ല, പസിൽസ് ഇങ്ങനെ അടുക്കി വെച്ച്. എങ്ങനെ ജിക്സോ പസിലാണോ ഉദ്ദേശിച്ചേ? ആ, ഇങ്ങനെ കുറെ കട്ട് ചെയ്ത് മാറ്റി ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കും, നമ്മളെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു പിക്ചർ ആക്കുന്നത്. അത് തന്നെ. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അത് ഞാൻ പറഞ്ഞത് 4th റെക്കോർഡിൽ കൂടുതൽ പസിൽസ് ഉണ്ട്. അപ്പോ അതിലും ഇതിലും ഒരേ സംഭവം വരരുതെന്നേ ഉള്ളൂ, ഒരേ ക്വസ്റ്റ്യൻ വരരുതെന്നേ ഉള്ളൂ, റിപ്പീറ്റ് ചെയ്യരുത്. രണ്ടിലും ഡിഫറെന്റ് ആയിട്ട് കൊടുക്കും. നമ്മുടെ 4th നമുക്ക് അങ്ങനെ ഇപ്പം ഐശ്വര്യ പറഞ്ഞ പോലെ ജിക്സോ പസിൽസ് പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, പസിൽസ്. അത് ഇനി അടുത്തത് ട്രഡീഷണൽ നോളജ് ഫ്രം എൽഡേഴ്സ്. നമ്മുടെ മുത്തശ്ശിയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമല്ലേ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് സയന്റിഫിക് ആയിരിക്കണം, ഫാക്റ്റ് ആയിരിക്കണം, അന്ധവിശ്വാസങ്ങളൊന്നും ആവരുത്, ബ്ലൈൻഡ് ബിലീഫ് ആവരുത്. പ്രായമായ ആളുകളിൽ നിന്നും നമുക്ക് കിട്ടിയ നോളജ് അത് ട്രൂ ആയിരിക്കണം, സയന്റിഫിക് ആയിരിക്കണം, ഫാക്റ്റ് ആയിരിക്കണം. ഞാൻ എഴുതി വന്നപ്പോ എല്ലാം മെഡിസിനൽ റെമഡീസ് പോലെയായി. അതായത്
മാംഗോ ലീവ്സ് ആൻഡ് നീം സ്റ്റിക്ക് ആർ ഗുഡ് ഫോർ ക്ലീനിങ് ടീത്ത്. അല്ലെ, മാവിന്റെ ഇലയും അതുപോലെ തന്നെ ആര്യവേപ്പിന്റെ ആ ഒരു സ്റ്റിക്കും പല്ല് ക്ലീൻ ചെയ്യാൻ നല്ല സാധനങ്ങളാണെന്ന്. മാംഗോ ലീവ്സ് ആൻഡ് നീം സ്റ്റിക്ക് ആർ ഗുഡ് ഫോർ ക്ലീനിങ് ടീത്ത്. അപ്പൊ അതൊക്കെ ഞാൻ എഴുതി വന്നപ്പോ ഈ മെഡിസിനൽ സംഭവങ്ങളെ പോലെ എഴുതി. പിന്നെ നല്ല മൗത്ത് ഫ്രഷ്നേഴ്സ് ആണ് ക്ലോവ് ആൻഡ് കാർഡമം. ഏലവും ഗ്രാമ്പും ആർ വെരി ഗുഡ് മൗത്ത് ഫ്രഷ്നേഴ്സ്. പിന്നെ ഡ്രൈ ഉണങ്ങിയ നീം ലീവ്സ് ഇല്ലേ, വേപ്പില, ആര്യവേപ്പില കത്തിച്ചു കഴിഞ്ഞാൽ മൊസ്കിറ്റോസ് ഫ്ലോ. ഇതൊക്കെ റിസൾട്ട് ഉള്ളതാണ് അല്ലെ, ഫാക്റ്റ് ആണ്. അതിനൊക്കെ ഒരു ഇതുണ്ട്, സയന്റിഫിക് ആണ്. അല്ലാതെ ഇങ്ങനെ ബ്ലൈൻഡ് ബിലീഫ് ഒക്കെ ഉണ്ടല്ലോ, അന്ധവിശ്വാസങ്ങള്. കട്ടിലിരുന്നും കാലാട്ടരുത്, അങ്ങനെയൊക്കെ പാട്ടുകൾ കുറെ പരിപാടികളുണ്ടല്ലോ. രാത്രി നഖം വെട്ടരുത്, രാത്രി അലക്കരുത്, രാത്രി അരയ്ക്കരുത്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. അത് പണ്ട് കാലത്ത് കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ അപകടങ്ങൾ ഉണ്ടാകും. ഇഴജന്തുക്കളും പ്രാണികളും അരയ്ക്കുന്നതിലൊക്കെ വന്ന് പ്രാണിയൊക്കെ വീഴും, കാണാൻ പറ്റില്ല. ഈ മണ്ണെണ്ണ വിളക്കിന്റെ ചുവട്ടിലൊക്കെ നിന്നല്ലേ അരയ്ക്കുന്നത്. അലക്കുന്ന സ്ഥലവും അരയ്ക്കുന്ന സ്ഥലത്തൊക്കെ തണുപ്പായിരിക്കും. അപ്പൊ ഇഴജന്തുക്കളൊക്കെ വന്ന് അവിടെ ഇരിക്കാനൊക്കെ ഉള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആണ് അന്നൊക്കെ അങ്ങനെ പറയുന്നത്. പിന്നെ പണ്ട് നെയിൽ കട്ടറൊന്നും ഇല്ലായിരുന്നു, കത്തിയോ ബ്ലേഡോ ഒക്കെ വെച്ചായിരുന്നു നഖം വെട്ടിയിരുന്നത്. ദൈവമേ, പ്രായമായ ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ ചീത്ത പറയും. അപ്പൊ വന്നിട്ട് ഈ നഖം വെട്ടുമ്പോ മുറിയും. ഇരുട്ടത്തിരുന്നല്ലേ ചെയ്യുന്നേ, വിളക്കൊന്നും കാര്യമായ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. അതാണ്. പക്ഷെ നമ്മൾ ഈ പ്രായമായവരോട് എന്തുകൊണ്ടാണ് അത് പറയണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നമ്മളെ വഴക്ക് പറയാൻ പറയും. കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ അവർക്കും തരാൻ പറ്റാറില്ല അല്ലെ. സോ ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. ട്രഡീഷണൽ നോളജ് ഫ്രം എൽഡേഴ്സ്. പിന്നെ നമുക്കറിയാം ഈ ഇഞ്ചിയും ഉപ്പും കൂടെ ചതച്ചരച്ച് നീര് കഴിച്ചു കഴിഞ്ഞാൽ വയറിനൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ അതൊക്കെ ഒരു ഗുഡ് റെമഡിയാണ്. അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത്. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ നിർത്തുവാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത സെഷൻ തുടങ്ങിയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ പതുക്കെ ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക. റെക്കോർഡ് ബുക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിളിച്ച് അന്വേഷിക്കുക. നമ്മുടെ വീടിനടുത്ത് കിട്ടാനുണ്ടെങ്കിൽ, അതാണ് വാങ്ങാൻ താല്പര്യമെങ്കിൽ അത് വാങ്ങുക. ഇതൊരു നിർബന്ധമല്ല കേട്ടോ, നമ്മളുടെ ഇഷ്ടം, അത്രയും. ഓക്കെ. പിന്നെ ഗൾഫ് കൺട്രീസിലുള്ളവർക്ക് റെക്കോർഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുവാണ്. മറ്റു ബാച്ചുകളിലെ കുട്ടികൾ പറയുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള നോട്ട്ബുക്ക് കിട്ടുന്നു, മാനുസ്ക്രിപ്റ്റ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, അത് വാങ്ങിച്ചാൽ മതിയാണെന്ന് ചോദിച്ചാൽ ഒരു ക്ലാസ് റൂമിൽ അതിന്റെ പിക്ചർ ഒക്കെ കാണിച്ചു തന്നു. അത് മതിയാകും. അത് നല്ലൊരു സ്റ്റാൻഡേർഡ് നോട്ട്ബുക്ക് പോലെ തോന്നിയിരുന്നു. ഞാൻ നാട്ടിൽ വന്നപ്പോൾ മേടിച്ചിരുന്നു. ഓക്കെ. നിത്യയുടെ വീട് കൊല്ലം ഞാനാണ്. ഹലോ മാം. മാം പറഞ്ഞല്ലോ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിന്ന്. അപ്പൊ അതെന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയണേന്ന്. എനിക്കൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു മോളുണ്ട്. അപ്പൊ അവള് LKG മുതൽ ഈ A ലെറ്റർ എഴുതുമ്പോഴേക്ക് ഞാൻ ഡ്രോയിങ് രീതിയിലാണ് എഴുതിപ്പിച്ചത്. അപ്പൊ അവളുടെ തലയിൽ അത് കീറി. അപ്പൊ ഞാൻ വരച്ച് മമ്മി എന്ന് പറഞ്ഞാണ് അവൾ എന്നോട് പറയണത് A വരക്കുമ്പോ. അങ്ങനെ അടുത്തത് പഠിക്കാൻ വേണ്ടി അവൾക്ക് ഇൻട്രസ്റ്റ് ആയി. ഇപ്പോഴായാലും ഒറ്റയ്ക്ക് EVS ഒക്കെ പഠിക്കണത് തന്നെ ഞാൻ കാണിച്ചു കൊടുക്കും, എന്താ പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ട് പോകും. എന്നിട്ട് എന്റെ ബാക്കിയുള്ള ജോലിയിൽ ഞാൻ പോകുമ്പോഴേക്കും അവളത് ചിലപ്പോ TV വെച്ചിട്ടായിരിക്കും പഠിക്കണത്, അല്ലെങ്കിൽ കളിച്ച് ടീച്ചറും കുട്ടിയും കളിച്ചിട്ട് അവളുടെ ടെഡി ബെയറിന് ആ സ്പെല്ലിങ് പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെ ഇരിക്കും പുള്ളിക്കാരത്തി പഠിക്കണത്. അപ്പൊ ഞാൻ ഓർത്ത് കുഴപ്പമില്ല, കുത്തിയിരുന്ന് പഠിപ്പിച്ച് തലയിൽ കയറ്റണേ നല്ലത് ഇങ്ങനെ തന്നെ പഠിച്ചു പോണോന്ന്. അപ്പൊ എല്ലാരോടും എനിക്ക് പറയാനുള്ളത്, കുട്ടികൾക്ക് എങ്ങനെയാണ് പഠിക്കാൻ ഇൻട്രസ്റ്റ് അതൊന്ന് നമ്മള് ശ്രദ്ധിക്കണം. കൂടുതലായിട്ട് അവരെ ഷൗട്ട് ചെയ്യാനോ പേടിപ്പിക്കാനോ നോക്കരുത്. അത്രേ ഉള്ളൂ. ഈ ടീച്ചറും കുട്ടിയും കളിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഡോക്ടർ മറിയാം മോണ്ടിസോറിയുടെ ഒരു മെത്തേഡ് അതായിരുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നതില്. കാരണം അവരെ ഇത് സോഫയിൽ നിറച്ചിട്ട് എടീനെ വെക്കും, എന്നിട്ട് കയ്യിലൊരു സ്കെയിലുണ്ട് അതെടുക്കും, എന്നിട്ട് ഇവള് പഠിക്കണ സ്പെല്ലിങ് അതിന് പറഞ്ഞു കൊടുക്കും. അപ്പൊ പറഞ്ഞാന്ന് ചോദിക്കുമ്പോ ഇവളും പറയുന്നുണ്ട് അതനുസരിച്ച്. ഇപ്പോഴും അത് ICSE സിലബസ് ആയതുകൊണ്ട് നന്നായിട്ട് പഠിക്കാനുണ്ട് ഇവർക്ക്. അതെ അതെ ശരി. അപ്പൊ നല്ലോണം ഇങ്ങനെ തന്നെയാണ് അവള് പഠിച്ചു പോണത്. അപ്പൊ എനിക്കായാലും ഞാനും ഓർക്കുന്നുണ്ട്, എനിക്ക് ഒച്ചത്തി വായിച്ചു പഠിക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ എന്റെ പാരന്റ്സ് പറയും ഒച്ചത്തി വായിച്ചു പഠിക്കും, ഒച്ചത്തി വായിച്ചു പഠിക്കും. പക്ഷെ സൈലന്റ് ആയിട്ട് ഞാൻ പഠിക്കുമായിരുന്നു. പിന്നെ എന്റെ ബ്രദർ ആണെങ്കിലും ഒച്ചത്തില് ഫോണില് പാട്ട് വെച്ചിട്ടാണ് ഇവൻ പഠിക്കണത്. ഇപ്പൊ ടീച്ചറാണ്. അപ്പൊ അങ്ങനെ അവർക്ക് നമുക്കൊരു കംഫർട്ട് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈല് അത് നമ്മൾ തന്നെ കണ്ടെത്തും. അതെ, മോളിനെ ഇപ്പൊ പേടിപ്പിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവളെ എന്നെ തിരിച്ചടിച്ചിട്ട് പറയും ഞാൻ നിർത്തി, ഇവിടെ നിർത്തി എന്ന് പറഞ്ഞിട്ടിട്ട് പോവും. ഇതായിരിക്കും ഇപ്പൊ നല്ലത്, അവർക്കുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് പഠിക്കാൻ വിടുക.
ഡോക്ടർ മോണ്ടിസോറിയുടെ ഒരു മെത്തേഡായിരുന്നു ഈ റോൾ പ്ലേ ചെയ്യിക്കുക കുട്ടികളെ കൊണ്ട്. അത് ചുറ്റും കാണുന്ന കാര്യങ്ങളെ റോൾ പ്ലേ ചെയ്യുള്ളൂ, ഇല്ലാത്ത കാര്യത്തെ റോൾ പ്ലേ ചെയ്യില്ല. അതായത് ഡോക്ടർ ആൻഡ് നഴ്സ്, ഡോക്ടർ ആൻഡ് പേഷ്യന്റ്, ഇതൊക്കെ കുട്ടികൾ കാണുന്നതാണ് ചുറ്റും. ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ്, മമ്മ ആൻഡ് പപ്പ, അങ്ങനെയുള്ള രീതിയിൽ. അപ്പോൾ ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ്, ഇപ്പൊ മോള് ചെയ്ത പോലെ തന്നെ ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് എന്നുള്ളത് ജയിക്കുമ്പോൾ മോള് തന്നെ പഠിക്കുക, ടീച്ചർ ആകുന്നതിനൊപ്പം പഠിക്കുകയും കൂടി ചെയ്യുവാണല്ലോ. ഗുഡ്, എന്തായാലും വെരി ഗുഡ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. അപ്പൊ നെക്സ്റ്റ് വീക്ക് ഞാൻ ഈ റെക്കോർഡിന്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. അപ്പോഴേക്കും നിങ്ങൾ റെക്കോർഡിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വെക്കുക. പുറത്തുനിന്ന് വാങ്ങാൻ പറ്റുന്നതും ഓഫീസിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതൊക്കെ അന്വേഷിച്ച് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന പോലെയൊക്കെ വാങ്ങിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. സൈൻ ഔട്ട് ഉണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you, ma'am. Thanks, ma'am. Thank you, ma'am.